ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ പേര് കവർ പേജിൽ വെക്കണ പ്രശ്നമേ ഇല്ല. അത് ഉള്ളിലെങ്ങാനും ചെറിയ അക്ഷരങ്ങളിൽ വെക്കും എന്നത് മാത്രമാണ്. ധാരാളം വ്യക്തികൾ ധാരാളം വിവർത്തനങ്ങൾ നടത്തുകയും അതൊക്കെ അറിയപ്പെടാതെ പോകുകയും ചെയ്യുന്നൊരവസ്ഥാവിശേഷം ഇന്നുണ്ട്. ഇപ്പം ഡോൺ കിഹോത്തെ തന്നെ 450 ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട് പല ഭാഷകളിലായി. ഇംഗ്ലീഷ് റീഡിംഗ് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് മലയാളത്തിലുള്ള സ്റ്റോൾവേർട്ട് എഴുത്തുകാർ എത്രത്തോളം വായിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ആ ഭാഷയ്ക്കും കൂടി ഇണങ്ങുന്ന തരത്തിലേക്കുള്ളൊരു പരിഭാഷ സാധ്യമാക്കണം. ചിലപ്പോഴെങ്കിലും അത് എളുപ്പമാവില്ല. ഞാൻ വിവർത്തനം തുടങ്ങിയത് കമലഹാസൻ എന്ന സിനിമാ നടൻ്റെ ഇൻ്റർവ്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്. നമസ്കാരം. വിവർത്തന സാഹിത്യത്തിൻ്റെ സൗന്ദര്യം എന്നുള്ള വിഷയമാണ് ഇന്ന് ഞങ്ങൾ 5 പേരും കൂടെ ഇവിടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. വിവർത്തന സാഹിത്യം എന്നുള്ള ഒരു നിർവചനം എന്താണ് എന്നുള്ളത്, വിവർത്തനം ചെയ്യപ്പെട്ട് നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന സാഹിത്യമാണോ അതോ ഞങ്ങൾ എല്ലാം ആ ഫീൽഡിൽ നിൽക്കുന്നവരാണ്, ഞങ്ങൾ കാണുന്ന സൗന്ദര്യമാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സ്ഥിരമായി വിവർത്തനം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാർ, വായന മാത്രമുള്ള വലിയ ധാരണയില്ലാത്ത ആൾക്കാർ പറയുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് ഈ ഇന്നത്തെ ചർച്ച തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്നും ഉള്ള വിവർത്തനങ്ങൾക്ക്, മലയാള ഭാഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സൗന്ദര്യ സങ്കല്പമുണ്ടല്ലോ, അതില്ല. ഇങ്ങോട്ട് വരുന്നതായാലും അങ്ങോട്ട് പോകുന്നതായാലും നമ്മുടെ സാഹിത്യത്തിൻ്റെ സൗന്ദര്യമില്ല എന്നൊരു ആരോപണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന 4 പേരും വിവർത്തനത്തിൽ വളരെ വർഷങ്ങളായി നിൽക്കുന്നവരും അനേകം പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിച്ചവരുമാണ്. എനിക്ക് ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അരവിന്ദാക്ഷൻ സാർ ഒന്ന് തുടങ്ങാമോ? മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള കൃതികൾക്ക് നാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നാം അന്വേഷിക്കുന്ന ഒരു സൗന്ദര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം ധാരാളം വ്യക്തികൾ ധാരാളം വിവർത്തനങ്ങൾ നടത്തുകയും അതൊക്കെ അറിയപ്പെടാതെ പോകുകയും ചെയ്യുന്നൊരവസ്ഥാവിശേഷം ഇന്നുണ്ട്. അത് വിവർത്തനം ചെയ്തവരോട് ചോദിച്ചാൽ തന്നെ അറിയാം. എന്നാൽ കുറേയേറെ വിവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും അത് മലയാളത്തിൽ നല്ല പ്രചാരം ലഭിക്കുകയും ചെയ്ത കൃതികളുണ്ട്. ആ കൃതികളെക്കുറിച്ച് അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വായനക്കാർ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ 2 തരത്തിലുള്ള വിവർത്തന സാഹിത്യം നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, അറിയപ്പെടാതെ പോകുന്ന ഒരു പറ്റം വിവർത്തന ചെയ്യപ്പെട്ട കൃതികൾ, എന്നാൽ എണ്ണത്തിൽ കുറവെങ്കിലും നല്ല രീതിയിൽ വിവർത്തനം ചെയ്യപ്പെട്ടവയും ആസ്വദിക്കപ്പെട്ടവയും ആണ്. അതിൻ്റെ പുറകിൽ ഒരു പ്രവർത്തനമുണ്ട്. അതായത് ഒരു നല്ല ആസ്വാദനാണെങ്കിൽ ഒരു നല്ല ആസ്വാദകനായിരിക്കണം വിവർത്തകൻ എന്നൊരു അഭിപ്രായമുള്ള ആളാണ്. നല്ല ആസ്വാദകനായിരിക്കണം വിമർശകൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നല്ലൊരു ആസ്വാദകനായിരിക്കണം വിവർത്തകൻ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റുള്ളവർക്കും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആ കൃതിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റില്ല. ആഴ്ന്നിറങ്ങി അതിൽ അലിഞ്ഞു ചേർന്ന് അതുമായി ഇഴുകിച്ചേർന്ന് ചെയ്തിട്ടുള്ള തർജ്ജമകൾ ശ്രദ്ധിക്കപ്പെടുകയും അത് വായന സമൂഹം അതിനെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് 2 വശങ്ങളുണ്ട് ഈ ചോദ്യത്തിന്. ഒന്ന്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് ഇങ്ങോട്ട് വരുന്നതും, 2, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോകുന്നതും. ബുക്സ് ദറ്റ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മലയാളം, ഞാനൊക്കെ ചെറുപ്പകാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്ന ബംഗാളി നോവലുകളുടെ ട്രാൻസ്ലേഷൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ആ ട്രാൻസ്ലേറ്റേഴ്സ് ദേ സക്സീഡഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഒരു സ്റ്റൈൽ ത്രൂ വിച്ച് ബംഗാളി ലിറ്ററേച്ചർ വാസ് ട്രാൻസ്മിറ്റഡ് ടു ദ റീഡേഴ്സ് ഓഫ് കേരള. ഒരുപാട് വായനക്കാരും അതിനുണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെയൊക്കെ മനസ്സിലുള്ള മഹാശ്വേത ദേവി ആയാലും ആശാപൂർണ ദേവി ആയാലും ആ ബംഗാളി ഭംഗിയും കൽക്കത്ത കാണാനുള്ളൊരു മോഹമൊക്കെ ഉണ്ടാവുന്നത് ഈ ട്രാൻസ്ലേഷൻസിലൂടെയാണ്. പക്ഷെ ഇത് പറയുമ്പോഴും ബംഗാളിയിൽ ആ കഥകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. സോ വാട്ട് ഈസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നുള്ളത് എനിക്ക് അറിയില്ല.
ബട്ട് അതിന് വായിക്കാൻ തോന്നിയിട്ടുണ്ട്. ആ വായനയ്ക്ക് ഒരു ഈസ്തറ്റിക് സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദ കോണ്ടന്റ്, ദ ഈസ്തറ്റിക്സും വളരെ ഭംഗിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഇപ്പം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോകുന്ന കൃതികളെ പറ്റി കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാമെന്ന് തോന്നുകയാണ്. ബിക്കോസ് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ട്രാൻസ്ലേഷന്. എത്രത്തോളം ഇൻ്റർനാഷണൽ ലെവലിൽ, അതായത് ഇംഗ്ലീഷ് റീഡിംഗ് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് മലയാളത്തിലുള്ള സ്റ്റോൾവേർട്ട് എഴുത്തുകാർ എത്രത്തോളം വായിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. എം ടി മരിച്ചപ്പോൾ ഒരുപാട് നമ്മൾ എം ടിയെ പറ്റി പുകഴ്ത്തി പറയുമ്പോഴും വൈ ഡിഡ്ന്റ് ഹി ട്രാവൽ? ഹി ഈസ് ബീൻ ട്രാൻസ്ലേറ്റഡ്. ഇഷ്ടം പോലെ കൃതികൾ തർജ്ജമ, അത് ട്രാൻസ്ലേറ്ററുടെ പ്രശ്നമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പാമുക്ക് ടർക്കിയെ പറ്റി തന്നെ എഴുതുന്നത്, അത് ഒരു കോസ്മോപോളിറ്റനായിട്ടോ ഒന്നുമല്ല. മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ഒക്കെ റൂട്ടഡ് ഇൻ ടർക്കിയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ആ വിവർത്തനം വരുമ്പം ടർക്കി കാണാനുള്ളൊരു മോഹമായിട്ടാണ് ആൾക്കാർ ആ കഥകൾ വായിച്ചിറങ്ങുന്നത്. അതുപോലെ എന്തുകൊണ്ട് കേരളം കാണാനുള്ള ഒരു മോഹം ട്രാൻസ്ലേറ്റേഴ്സിന് അങ്ങോട്ട് ക്യാരി ചെയ്യാൻ പറ്റിയില്ല? ഐ തിങ്ക് ബേസിക് ഫോൾട്ട് ലൈസ് വിത്ത് ദ ട്രാൻസ്ലേറ്റർ. കാരണം ഞാനൊക്കെ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് തിയറി പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഓൾവേസ് ട്രാൻസ്ലേറ്റ് ഇൻ ടു യുവർ മദർ ടങ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഇസ് നോട്ട് മൈ മദർ ടങ്. ഞാനൊക്കെ കാണിക്കുന്ന ഒരു സാഹസമാണ്, ഭാഷയോട് ഇഷ്ടമുണ്ട്, കുട്ടിക്കാലത്ത് ഒരുപാട് വായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ്. പിന്നെ ഒരു പോസ്റ്റ് കൊളോണിയൽ ബീയിങ് എന്ന നിലയിൽ ഒരു ഹൈഫണേറ്റഡ് വ്യക്തി എന്നുള്ള തരത്തിലാണ് ഞാനൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ഇതിൽ എനിക്ക് അരുൺദർശൻ സാറിനോട് ഞാൻ എൻ്റെ അഭിപ്രായമല്ല ഇത്. പൊതുവേ നമ്മൾ വിവർത്തനത്തിനെ പറ്റി എന്ത് ലേഖനങ്ങൾ വായിച്ചാലും പൊതുവേ ഇവിടുത്തെ ട്രാൻസ്ലേഷൻസ് നല്ലതല്ല എന്ന് പറയാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. ഇത് ഒരു വിവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഇപ്പം ഈ പറഞ്ഞ എം ജിയുടെ കാര്യം പറഞ്ഞില്ലേ, എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഒരു ആൻ മോർഗൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പ്രവർത്തകയാണ്. അവർ അവിടെ 2012 ലണ്ടനിൽ ഒളിമ്പിക്സ് നടക്കുന്ന കാലത്ത് അവർ ലണ്ടനിലേക്ക് വരുന്ന ലോക രാഷ്ട്രങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ച് അവരുടെ ഒരു ലിറ്റററി ഒളിമ്പിക്സ്, ഒരു ഇയർ ഓഫ് റീഡിങ് റൗണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു ബ്ലോഗായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആദ്യകാലത്ത് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് എന്ത് വായിക്കും എന്നൊരു ചോദ്യമിട്ട് എല്ലാവരും ഈ റോഹിൻടൺ മിസ്ട്രി, അരുന്ധതി റോയ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥിരം പ്രതികളാണ് വരുന്ന പേരുകൾ മുഴുവൻ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലുള്ള എഴുതപ്പെട്ട ഇന്ത്യ എന്ന് കാണുന്നത് എന്തിനാണ്? നമുക്ക് 10-29 ഭാഷകൾ ഔദ്യോഗികമായുണ്ട്, അതിലെല്ലാം സാഹിത്യമുണ്ട്, അതിനൊക്കെ ആത്മാവുണ്ട്. എന്തുകൊണ്ട് അതിൽ നിന്ന് വായിക്കുന്നില്ല? അതിൽ കുറച്ച് വിവർത്തനങ്ങളുമുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായി എം ടി ആണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവർ എം ടി ചൂസ് ചെയ്ത് എം ടി എ പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുകയും അതിനെപ്പറ്റി ഭംഗിയെ എഴുതുകയൊക്കെ ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഈ എഴുത്തിൻ്റെ ഭംഗിയെപ്പറ്റി പറഞ്ഞത്, ഇപ്പം ഹാൻകാങ്ങിൻ്റെ ഇതിനെപ്പറ്റി പറഞ്ഞു. ഇപ്പം ഞാനത് മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഹാൻകാങ്ങിൻ്റെ ഒരു 10 കൊല്ലം ഹാൻകാങ്ങിൻ്റെ ട്രാൻസ്ലേഷൻസ് കറങ്ങി നടന്നിട്ട് ആരും വായിച്ചില്ല. കാരണം അവിടുത്തെ ഒരു ലിറ്റററി ട്രാൻസ്ലേഷൻ രീതിയുണ്ട്, അത് വായിച്ച് ആരും വായിക്കില്ല പുസ്തകം. അത് ആ ഒരു ഇംഗ്ലീഷിൽ വായിച്ച് ആരും വായിക്കില്ല. ഇത് അങ്ങനെ അല്ലാതെ ഒരു ആക്ടിവിസ്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് ജെയിംസ് വുഡ് പറയുന്ന ഒരു മോഡലുണ്ട്. അങ്ങനെ ഈ വായനക്കാരനെ രസിക്കുന്ന രീതിയിൽ ഒരു ഭാഷയെ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്ന പ്രവൃത്തി ചെയ്തപ്പോഴാണ് ഈ എഴുത്ത് സ്വീകരിക്കപ്പെട്ടത്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതും വേറൊരു മതമുണ്ട് അവിടെ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ ഈ ന്യൂവൻസസ് ഒരുപാടുണ്ട്. നമ്മൾ ഈ ഒരെണ്ണത്തെ വിവർത്തനം കൊള്ളില്ല എന്ന് പറയുമ്പോൾ ന്യൂവൻസസ് ഉണ്ട്. എനിക്ക് ഇവിടെ തന്നെ ഈ ഓഡിയൻസിൽ ഇരിക്കുന്ന 1-2 പേരെ എനിക്ക് കാണാം ഇതിനെപ്പറ്റി വ്യക്തമായി പറയാൻ ഇതുള്ളത്, കഴിവുള്ളവരിവിടെ ഇരിപ്പുണ്ട്. സുധീറൊക്കെ ഇരിപ്പുണ്ട്. കബിനി ഒന്ന് പറയൂ. ഇത് ഈ ട്രാൻസ്ലേഷൻസ് നല്ലതല്ല എന്ന് പറയുമ്പോൾ അത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ടു പ്ലെയിൻ. അപ്പോൾ അതിൽ ഒരു 2-3 വശങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മലയാളത്തിലേക്ക് വന്നിട്ടുള്ള വിവർത്തനങ്ങളെ പറ്റി എടുക്കാം. മലയാളത്തിന് വിവർത്തനത്തിൻ്റെ ഒരു വലിയ ഒരു പാരമ്പര്യമാണ് ഉള്ളത്. നമുക്കിപ്പം പാവങ്ങളുടെ ട്രാൻസ്ലേഷന് വിവർത്തനത്തിന്, നാലപ്പാട്ടിൻ്റെ വിവർത്തനത്തിന് ഈ വർഷം 100 വർഷം തികയാണ്. അപ്പോൾ ആ വിവർത്തനങ്ങൾ മലയാളത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സംഭാവനകളുണ്ട്. നമ്മളുടെ ഒരു ഭാവുകത്വത്തിൽ, നമ്മുടെ ഭാഷയിൽ, രാഷ്ട്രീയത്തിൽ എല്ലാം നൽകിയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രിയ പറഞ്ഞതുപോലെ തന്നെ ബംഗാളി നോവലുകൾ, നമ്മളുടെ ഇപ്പോൾ ലീല സർക്കാരും ഒക്കെ ചെയ്തിട്ടുള്ള ബംഗാളി നോവലുകൾ, ഇപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കൊൽക്കത്ത കാണണം എന്നുള്ളത്. അത് വേറൊന്നുമല്ല, നമ്മൾ പൊളിറ്റിക്സ് പോലും അല്ല. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നോവലുകൾ വായിച്ചിട്ട് അതിലുള്ള ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും കുട്ടിയായ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. കാലാൽത്ത അങ്ങനെയുള്ള ചെറിയ ഹിൽസ മീൻ. ഞാൻ ആദ്യം അവിടെ ചെന്നത് നമുക്ക് ഹിൽസ മീൻ കഴിക്കണം എന്ന് തോന്നുന്നത് അത് ഭയങ്കര നമുക്കറിയില്ല വാട്ട് ഇസ് ഇറ്റ് എന്നുള്ളതിന്.
അപ്പോൾ അത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഭാഗമാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുന്ന കൃതികൾ നല്ലതോ ചീത്തയോ എന്നുള്ളൊരു പ്ലെയിൻ ഇതിനേക്കാളും അതിൻ്റെ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റും അത് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസും പരിഗണിച്ചേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോഡായിട്ട് ട്രാൻസ്ലേഷനുള്ളൊരു കാര്യമാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചർ സ്പെസിഫിക് ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു നോവല് അമോസോസ് എന്നൊരു ജൂയിഷ് റൈറ്ററിൻ്റെ ടു നോ എ വുമൺ ഞാൻ ഒരു സ്ത്രീയെ അറിയാൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ജൂതൻ എഴുതിയിട്ടുള്ള ഒരു ജൂത പശ്ചാത്തലത്തിലുള്ള അവരുടെ ഒരുപാട് റിലീജിയസ് റെഫറൻസസ് ഉള്ള ഒരു കൃതി, അതും മൊസാദിനെ കുറിച്ചും ചാരപ്രവർത്തികളെക്കുറിച്ചും അല്ലാതെ അവരുടെ സംഘർഷങ്ങളെ കുറിച്ചിട്ടുള്ളൊരു കൃതി മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പം നമ്മൾ അതിൻ്റെ അത് പൂർണ്ണമായും കൾച്ചർ സ്പെസിഫിക് ആണ്. അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് അതിനെ എങ്ങനെ മലയാളികൾക്ക് എത്തിക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജി, ഒരു ഇൻറ്റേർണൽ ഒരു സ്ട്രാറ്റജി ഓരോ വിവർത്തക ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു കൾച്ചർ സ്പെസിഫിക് മാത്രമല്ല, ആ റൈറ്ററിൻ്റെ ഇപ്പോൾ ഞാനൊരു റൈറ്ററിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ എഴുത്തുകാരിയുടെ മറ്റു കൃതികളും കൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രാജ്യം, എഴുതുന്ന സവിശേഷ പരിസരം, മില്യു, ഇതെല്ലാതും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ലേഷൻസ് വരുന്നതിൻ്റെ ബ്രോഡായിട്ടുള്ള ഗുണങ്ങൾ അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗത്ത്, ട്രാൻസ്ലേഷൻസ് വരുമ്പോൾ ഒരു വിവർത്തകൻ ചെയ്യേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ഡെഡിക്കേഷനും ഉണ്ട്. അത് ഒരു എന്താ പറയുക ഒരു ടൈറ്റ് റോപ്പ് വാക്കാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയം, നമ്മുടെ ജെൻഡർ, നമ്മളുടെ പിന്നെ ഐഡിയോളജി, ഇതെല്ലാതും ഇതിൽ, നമ്മുടെ ഭാഷ, ഇതെല്ലാം നമ്മളിൽ പ്രതിഫലിക്കും. അതേസമയം ആ ഒരു കൃതിയുടെ ഒരു കൾച്ചർ സ്പെസിഫിസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു നുവാൻസസ്, ഇതൊന്നും ചോരാതെ എത്രമാത്രം അത് ട്രാൻസ്ലേഷന് മുഴുവനായിട്ട് നമുക്ക് ഒരു കൾച്ചറിനെ അപ്പാടെ വേര് പിഴുത് ഇവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് ഒരുപാട് കൾച്ചറൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും, ഭാഷാപരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിനെയെല്ലാം പരമാവധി മറികടന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു ജോലിയേ അല്ല. മലയാളവും ഇംഗ്ലീഷും അറിയുന്നത് കൊണ്ട് മാത്രം അതും ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യം വിവരമുള്ളതുകൊണ്ട് നമുക്കൊരു ഏത് കലയും പോലെ തന്നെ ഇതൊരു സ്കില്ലുണ്ട് അതിൽ. അത് പോളിഷ് ചെയ്തെടുക്കാൻ, എത്രത്തോളം പോളിഷ് ചെയ്തെടുക്കാൻ പറ്റുമോ. ഇപ്പം ഞാൻ വർഷങ്ങളെ കൊണ്ട് വിവർത്തക എന്ന നിലയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില സ്ട്രാറ്റജീസ് ഉണ്ട്, ചില വിവർത്തന തന്ത്രങ്ങളും വിവർത്തന രീതികളും ഉണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെയുള്ളത് വേറൊരു രണ്ട് കാര്യം എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോകുന്നതും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വരുന്നതുമാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഫുട് നോട്ട്സ് ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു, ഒരുപാട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഫുട് നോട്ട് ട്രാൻസ്ലേഷൻ്റെ കാലം കഴിഞ്ഞു പോയത് ലോകം വികസിച്ചത് കൊണ്ടാണ്. കാരണം നമ്മുടെ കേരളത്തെക്കുറിച്ചിട്ട് അറിയാം, കേരളത്തിൻ്റെ ഒരുപാട് റൈറ്റേഴ്സ് ഫുട് നോട്ട് ഇല്ലാതെ തന്നെ അതേ വേർഡുകൾ ഉപയോഗിക്കുന്ന പിന്നെ ഒരു പ്രവണതയും ആ ഒരു രീതിയും അതിൻ്റെ വിജയമൊക്കെ ലോകം കണ്ടു കഴിഞ്ഞു, ലോകം ചെറുതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വളരെയധികം ഫുട് നോട്ടുകൾ വെച്ചിട്ടോ ഒന്നും ചെയ്യേണ്ട കാര്യം ഇപ്പം ഇല്ല. അപ്പം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോകുന്നതായാലും ശരി, മറ്റ് ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്നോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ലാംഗ്വേജിൽ നിന്നൊക്കെ നേരിട്ട് വരുന്നത് വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് നിന്ന് വരുന്നത്, അതൊക്കെ നമ്മളൊരു കൾച്ചർ സ്പെസിഫിസിറ്റി നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ മികച്ച ഒരുപാട് വിവർത്തനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന വിവർത്തകരും അവർ ചെയ്യുന്ന മികച്ച വിവർത്തനങ്ങളുമുണ്ട്. സണ്ണി സാർ ഹിന്ദിയാണ്. ഞാൻ ഹിന്ദിയാണ്. അപ്പോൾ സാറുടെ ഈ ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും മാതൃഭാഷയും പിന്നെ ഒരു യൂറോപ്യൻ ഭാഷയുമായി പോകുന്നവരാണ്. അപ്പോൾ പിന്നെ സാറിൻ്റെ ഒരു ഇന്ത്യൻ ഭാഷ, അതും നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജസിലൊന്നായ ഒരു ഭാഷയിൽ നിന്ന് വരുന്നതിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഈ അഭിപ്രായവും കൂടെ പറഞ്ഞിട്ട് അത് കണക്ട് ചെയ്തൊന്ന് പറഞ്ഞാൽ. ആദ്യം തന്നെ വിവർത്തന സാഹിത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊരു ടൈറ്റിൽ ഈ ചർച്ചയ്ക്ക് കൊടുത്തതിന് ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സമൂഹം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. അത് കേരളം മാത്രമല്ല, മലയാളത്തിന് മാത്രമല്ല പ്രശ്നമുള്ളത്, ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും ആ പ്രശ്നങ്ങളുണ്ട്. കാരണം അതിനി അധികം വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിലേക്ക് വരുന്ന വിവർത്തന കൃതികൾ അത്രയൊന്നും മേന്മയുള്ളതല്ല എന്ന് ഉള്ള ഒരു ആക്ഷേപമാണല്ലോ ഇപ്പോൾ നമ്മളുടെ ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊക്കെ എപ്പോഴും ഒരു ആധിപത്യമുണ്ട്. വിവർത്തനം ഒരു സെക്കൻഡ് ക്ലാസ് ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒന്നാണെന്നൊരു തോന്നൽ
എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. മാർക്കേസ് നമുക്ക് മലയാളത്തിലെ എഴുത്തുകാരനാണ്. മാർക്കേസ് ഒരു ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായിട്ട് നമുക്ക് തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കേസിനെ നമ്മൾ അത്രത്തോളം വായിക്കുന്നുണ്ടെന്നുള്ളതാണ്. മലയാളത്തിലേക്ക് വന്ന യയാതി, ഖാണ്ടേക്കറിൻ്റെ യയാതി എന്ന് പറയുന്ന പുസ്തകം നമ്മളെല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ട്. അത് ഖാണ്ടേക്കറിന് അത്രയും പ്രശസ്തി മറാഠിയിൽ കിട്ടിയില്ല. മലയാളത്തിൽ കിട്ടിയ അത്രയും, മാധവൻപിള്ള സാറിന് കിട്ടിയ അത്രയും പ്രശസ്തി ഖാണ്ടേക്കറിന് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഞാനോട് പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പരിധിവരെ ഇന്ത്യയിൽ നിന്നായിരുന്നു, കാരണം ഇത്രയേറെ ഭാഷാ വൈവിധ്യങ്ങളുള്ളൊരു രാജ്യം, ഇന്ത്യയിൽ നിന്നായിരുന്നു വിവർത്തനവുമായി ബന്ധപ്പെട്ട, ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടുള്ള തിയറികളൊക്കെ ഉയർന്നു വരേണ്ടിയിരുന്നത്. കാരണം അത്രയും സാധ്യതകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ആ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചില്ല. ആ സാധ്യതകൾ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ സമൂഹം ഇങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കും. അത് നമ്മളുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ സംസാരിക്കുമെങ്കിൽ പോലും നമ്മളുടെ ഇടപെടലുകളിലോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോ അത്തരം ഒരു ജനാധിപത്യവൽക്കരണം നടന്നിട്ടില്ല. ഇപ്പം മാൻ ബുക്കർ ആണെങ്കിലും നോബലാണെങ്കിലും ഒക്കെ തന്നെ ഈ പുരസ്കാരങ്ങളിലൊക്കെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഇന്നും കൂടി നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഒരു മലയാളത്തിലേക്ക് വന്ന ഒരു വിവർത്തന പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വിവർത്തകയുടെ പേര് കൊടുക്കില്ല. അതിന് നമുക്കിപ്പോഴും ഒരു വൈമുഖ്യമുണ്ട്. ആ വൈമുഖ്യത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത്രയും റോളുള്ളൂ എന്നൊരു തോന്നലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വിവർത്തനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകളാണ്, ഒരു സാംസ്കാരിക വിനിമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, ട്രാൻസ്ലേറ്റഡ് വർക്ക് എന്ന് പറയുന്നത് അത് ടാർഗറ്റ് ലാംഗ്വേജിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് സോഴ്സ് ലാംഗ്വേജിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പം നമ്മൾ ബഷീറിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളികൾ ഇവിടെ നിന്ന് വായിച്ചാൽ നമുക്കത് മഹാബോറായിരിക്കും. അത് ആഷർ അവിടെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആഷറിന് തോന്നുകയാണ് ബഷീറിനെ പോലെ ഒരാളെ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കേണ്ടതുണ്ടെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവില്ല. കാരണം നമുക്കറിയാം, ഒ.വി. വിജയൻ തന്നെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഇംഗ്ലീഷിലേക്ക് ആക്കിയതും അത് പെൻഗിൻ അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് വൻ പരാജയമായിരുന്നു. അത് എവിടെയും ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമല്ല. ഒ.വി. വിജയൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അത് ആ രീതിയിൽ ശ്രദ്ധേയമായില്ല എന്നൊരു കാര്യം പറയുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു വികാരം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ട്രാൻസ്ലേഷൻ ഇപ്പോൾ സിസക്കിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വന്നിരുന്നു, നമ്മളെല്ലാവരും വായിച്ചാണ്. നമുക്ക് വലിയ വിഷമം തോന്നി. സിസക്കിനെ പോലെ ഒരാളെ ഇങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടത്? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മാധവൻപിള്ള സാറിനെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ പാവങ്ങളെ പോലുള്ള കൃതികൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഒരു തേനീച്ച തേൻ സംസ്കരിക്കുന്നത് പോലെയാണ്. ഇപ്പം അങ്ങനെയൊന്നും വേണ്ട. ഇപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ പ്രോഡക്റ്റിങ് വരും. അത് അങ്ങനെ തന്നെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത്തരം പ്രശ്നങ്ങളും ഈ വിവർത്തനത്തിൻ്റെ സ്വീകാര്യത കുറവിന് വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ എൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടി പറയാം. ഉദയപ്രകാശിൻ്റെ മോഹൻദാസ് എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ കൃതിയാണ്. ഛത്തീസ്ഗഡിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു, എനിക്ക് വ്യക്തിപരമായ സൗഹൃദമുള്ള ആളുകളുടെ കൃതികളാണ് ഞാൻ കൂടുതലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സാർ ഇതിനെ ഒന്ന് മയപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. മൂപ്പർക്ക് ദേഷ്യം വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയാണ്. അപ്പോൾ അതിന് ഞാനിനി എന്താണ് ഡൈല്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആദിവാസി ഭാഷയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ആ ഭാഷയ്ക്കും കൂടി ഇണങ്ങുന്ന തരത്തിലേക്കുള്ളൊരു പരിഭാഷ സാധ്യമാക്കണം. ചിലപ്പോഴെങ്കിലും അത് എളുപ്പമാവില്ല. അപ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ ഏതെങ്കിലും തരത്തിൽ ആ പരിഭാഷ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വീകാര്യത കുറയും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൗരവതരമായ ഒരു അക്കാദമിക വിഷയം എന്ന നിലയ്ക്ക് പരിഭാഷയെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ അരവിന്ദാക്ഷ സാർ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഗൗരവതരമായ ഒരു സമീപനം അതിനാവശ്യമുണ്ട്. എങ്കിൽ മാത്രമാണ് അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആദ്യമേ തന്നെ ഇത് പരിഭാഷയാണ് ഈ കൃതി എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറംചട്ട പോലും കാണാൻ ആളുകൾ തയ്യാറാവില്ല. അത് ആയിരിക്കാം ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷേ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ പരിഭാഷ വന്നു, നമ്മൾ വായിച്ചു. അയ്മനത്തിനൊരു ഇംഗ്ലീഷൊന്നുമില്ല. അയ്മനം നമുക്കറിയാവുന്ന സ്ഥലം. പക്ഷേ അയ്മനത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയ്മനത്തിൻ്റെ മലയാളത്തിലാണ് ആ പരിഭാഷ വന്നിട്ടുള്ളതെന്നും നമുക്കറിയാം. അതുകൊണ്ട് അത് സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ ഹിന്ദി ചെയ്തത് നീലാഭാണ്. നീലാഭ് ഉപേന്ദ്രനാഥ് എന്ന് പറയുന്ന വലിയ സാഹിത്യകാരൻ്റെ മകനാണ്. കവിയും BBC-യിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിന് കൊടുത്ത ടൈറ്റിൽ മലയാളത്തിൽ പോലെ തന്നെയാണ്, കുഞ്ഞു കാര്യങ്ങളുടെ ഒടയതമ്പരാൻ എന്ന് പറഞ്ഞ്. മാമൂലി ചീസോങ്ക ദേവത എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അത്രയൊക്കെ ഒരു ജാഗ്രത ആ കാര്യങ്ങളിൽ വേണം. അതിന് അരുന്ധതി റോയ് തന്നെ അതിനകത്ത് ഇടപെടുന്നുണ്ട്. അതിൻ്റെ കവറടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് നിർബന്ധമുണ്ടെന്നുള്ള കാര്യം. ഇത്രയുമാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അരവിന്ദാക്ഷൻ സാറ് ഞാൻ അടുത്ത റൗണ്ടിലേക്ക് കടക്കുമ്പോൾ
ഒരു വിവർത്തനം ചെയ്യുമ്പോൾ, ഇത് എല്ലാവർക്കുമായിട്ടുള്ള ചോദ്യമാണ്, എല്ലാവരും ഈ ഒരു പെർസ്പെക്റ്റീവ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഒരു വിവർത്തനം ചെയ്യുമ്പോൾ ഒരു വിവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും പാലിക്കേണ്ടതെന്ന് വിശ്വസിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ വളരെ നീണ്ട സർവകലാശാല ജീവിതത്തിൽ അക്കാഡമിക്സുമായിട്ട് എൻ്റെ ബന്ധം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ആ അക്കാഡമിക്സുമായിട്ടുള്ള ബന്ധം വെച്ച് പറയുകയാണ്. അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, മലയാളികളുടെ ഒരു വായനാ സമൂഹം, തമിഴരുടെ ഒരു വായനാ സമൂഹം, ഹിന്ദിക്കാരുടെ ഒരു വായനാ സമൂഹം വളരെ വലുത്, പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു വായനാ സമൂഹം. ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളത് ഇംഗ്ലീഷിൻ്റെ വായനാ സമൂഹം വളരെ സമൃദ്ധവും വളരെ വളരെ ഷാർപ്പുമാണ്. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രൊഫസറായ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും പ്രൊഫസറായ ഒരു പില്ല മരിച്ചുപോയി, മീനാക്ഷി മുഖർജി, വളരെ പേരുള്ള ഇംഗ്ലീഷിൽ വളരെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയും ക്രിട്ടിക്കുമാണ്. അവരുടെ ഒരു ലേഖനം, അതിൻ്റെ തർജ്ജമയാണ് ഞാൻ വായിച്ചത്. അതിൽ വളരെ വിശദമായി ഒ വി വിജയനെക്കുറിച്ച് വളരെ, എന്നാൽ ഇവിടെ ഒരു ഹിന്ദിയിലൊന്നും ഒ വി വിജയനെക്കുറിച്ച് പറഞ്ഞാൽ ഒ വി വിജയൻ ഇപ്പോൾ എം ടി വാസുദേവൻ നായർ, നമ്മളൊരു കുറേ ഈ ദിവസം ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എം ടി വാസുദേവൻ നായർ അറിയപ്പെടുന്ന പേരാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആണ്, പലരും ചെയ്തിട്ടുണ്ട്, മറ്റ് ഭാഷകളിലും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലെ അക്കാഡമിക്സുകളോട് ചോദിച്ചാൽ എം ടിയെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയും ഒന്ന്. മറ്റ് ഭാഷകൾ ചോദിച്ചാൽ പേര് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഏറി വന്നാൽ ആ പുസ്തകങ്ങളുടെ പേര്, കാലം, അസുരവിത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ചർച്ച നീക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? വായിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള, എന്തിനേറെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയുടെ ട്രാൻസ്ലേഷൻ്റെ ഹെഡായിരുന്ന അമിയദേവ്, ദ ഐഡിയ ഓഫ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന വലിയ ചെറുതാണ് പുസ്തകം, പക്ഷേ ഏറ്റവും ആധികാരികമായ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള, അതിനകത്ത് ട്രാൻസ്ലേഷനൊക്കെ വരുന്നുണ്ട്. കാരണം കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ എപ്പോഴും തർജ്ജമ ഉണ്ടാവും, ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ധാരാളം മലയാളം കൃതികളെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു. ബംഗാളിയായ അമിയദേവ് എങ്ങനെ പറയുന്നു? ഇംഗ്ലീഷിലൂടെ വന്നതുകൊണ്ടാണ്. അപ്പം മറ്റത് മോശം തർജ്ജമയല്ല. ആരും മോശം തർജ്ജമകളുണ്ട്, അത് വേറെ കാര്യം. അതിപ്പോൾ മൂലകൃതികളിലും മോശം കൃതികളുണ്ടല്ലോ. അതിന് പിന്നെ ട്രാൻസ്ലേഷൻ മാത്രം ഇതങ്ങോട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം തർജ്ജമ ചെയ്തിട്ടുള്ളതിൽ വായിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് ഇംഗ്ലീഷ് വായനാ സമൂഹമാണ്. അവർക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിഞ്ഞാൽ ഇത് രണ്ട് പേരാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനിയുമുണ്ട്. ഇപ്പോൾ ആനന്ദിൻ്റെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്. ആനന്ദിൻ്റെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വന്നതിനെക്കുറിച്ച് അത് ഇവിടെ ആയിട്ട് ഞാൻ, അത് ചെറിയൊരു ഒരു വാക്യമല്ല, മലയാളത്തിലൊരു പ്രസിദ്ധനായ കഥാകൃത്ത് എന്നുള്ള മട്ടിലൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പല നോവലുകളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ വരുന്ന ലേഖനങ്ങൾ എനിക്ക് വായിക്കാൻ ഇടയായിട്ടുണ്ട്. എന്തുകൊണ്ട്? അപ്പം ഇതാണ് ഞാൻ പറയുന്നത്, ഇതൊരു പ്രശ്നമുണ്ട്. പക്ഷേ ചോദ്യം അതായിരുന്നില്ലല്ലോ. അപ്പം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായമുണ്ട്, ഏറ്റവും നല്ല ആസ്വാദകനായിരിക്കണം, ഏറ്റവും നല്ല വിവർത്തകൻ എന്നൊരു അഭിപ്രായമുണ്ട്. അത് ഞാൻ സാഹിത്യത്തെക്കുറിച്ചുണ്ട്. ഏറ്റവും നല്ല ആസ്വാദകനാണ് ഏറ്റവും നല്ല നിരൂപകൻ. നല്ലോണം ആസ്വദിച്ചില്ലെങ്കിൽ കുറച്ച് വ്യാഖ്യാനങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. ആ വ്യാഖ്യാനങ്ങളല്ല നിരൂപണം. വിമർശനം എന്ന് പറയുന്നത് അതിലപ്പുറം നിൽക്കണമെങ്കിൽ ഈ എഴുതുന്ന ആൾ നല്ലോണം ആസ്വദിക്കണം. അത് തർജ്ജമയിലും അത് ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമായിട്ട് നിങ്ങൾ കൂട്ടി വായിക്കണം. കാരണം നമ്മുടെ പലതരം സമൂഹങ്ങളുണ്ട്, അവർക്ക് പലതരം കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹം, അതായത് മലയാളി സമൂഹം വിവർത്തനത്തോട്, ചില വിവർത്തനങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ബംഗാളിയിൽ നിന്ന് വരുന്ന ഏത് വിവർത്തനവും വായിക്കാൻ മുന്നിട്ടിറങ്ങുകയും, ഇപ്പോഴാണ് ഒരല്പം കുറഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ബംഗാളി സാഹിത്യം വായിക്കുകയും അത് എന്തിനേറെ പി കെ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം വിവർത്തനത്തിനെ കുറിച്ച് 1-2 അധ്യായങ്ങൾ അവരെക്കുറിച്ചുണ്ട്. പക്ഷേ ബംഗാളി അല്ലാത്ത ഭാഷകൾ എത്രയോ വിവർത്തനം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് ഹിന്ദി. അസമിയ, ഒറിയ അല്ലെങ്കിൽ പഞ്ചാബി. നമ്മളുടെ അമൃത പ്രീതം എന്ന് പറയുന്ന പഞ്ചാബി എഴുത്തുകാരി
നമ്മുടെ കമലാദാസിനെ പോലെ തന്നെ വളരെ ബോൾഡായിട്ടുള്ളൊരു എഴുത്തുകാരിയാണ്. അവരുടെ ഒരു റവന്യൂ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. അത് നമ്മുടെ എൻ്റെ കഥ പോലെ തന്നെ വായിക്കാവുന്നൊരു പുസ്തകമാണ്. പക്ഷേ ഈ റവന്യൂ സ്റ്റാമ്പ് മലയാളത്തിൽ വന്നിട്ടുണ്ട്, അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതേ അവസ്ഥ, അതേ ഗതികേട് കമലാദാസിനും മാധവിക്കുട്ടിക്കും അനുഭവിക്കേണ്ടി വന്നിട്ട് എൻ്റെ കഥയൊന്നും ഒരിടത്തും ഹിന്ദിക്കാരും നോക്കിയിട്ടില്ല. അതേ സമയത്ത് പലപ്പോഴും ഇംഗ്ലീഷിൽ, അത് കമലാദാസ് എന്നുള്ള പേരിലാണല്ലോ ഇംഗ്ലീഷിൽ അവർ എഴുതുന്നത്, മാധവിക്കുട്ടി എന്നല്ല. എൻ്റെ കഥ എനിക്ക് തോന്നുന്നു മാധവിക്കുട്ടി എന്നുള്ള പേരിൽ എഴുതിയിരിക്കുന്നത്. മലയാള നാട്ടിൽ ഇത് സീരിയലൈസ് ചെയ്താണ്. എനിക്ക് ഓർമ്മയുണ്ട് 70കളുടെ ആദ്യ വർഷങ്ങളിൽ എൻ്റെ കഥ എന്നുള്ളത് മാധവിക്കുട്ടിയുടേത് മലയാള നാടെന്ന് പറഞ്ഞാൽ കൊല്ലത്തു നിന്ന് ഇറങ്ങുന്ന ഒരു മാസികയിലാണ് അത് വന്നത്. അന്ന് ഞാൻ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു, ഞാനത് വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ചർച്ച. അപ്പം ഇത് ഇങ്ങനെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നതിന് ഒരൊറ്റ തത്വമേ ഉള്ളൂ, അത് ഭാഷ അറിഞ്ഞാൽ പോരാ. ഒരു മലയാളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, മൊഴി മാറ്റം. അത് തമിഴിൽ നിന്ന് വന്നാണ്, അത് മൊഴി മാറ്റം എന്നാണ്. അതിന് മലയാളികൾ, എനിക്ക് തോന്നുന്നത് ആറ്റൂർ രവിവർമ്മയാണ് അതിൻ്റെ പുറകിലെന്ന് തോന്നുന്നു. അദ്ദേഹം തമിഴിൽ നിന്നൊക്കെ ധാരാളം കൃതികൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വാക്ക് ഇഷ്ടപ്പെട്ടു. ഭാഷാന്തരം എന്ന് നമുക്ക് പറയാം, അത് തന്നെയാണ് മൊഴി മാറ്റം. പരിഭാഷ എന്നും പറയാം. വിവർത്തനം എന്നുള്ളത് ഇപ്പോൾ വിവർത്തന സാഹിത്യത്തിൻ്റെ സൗന്ദര്യം. ഇതിനൊക്കെ പുറമെ ഒരു കാലത്ത് തർജ്ജമ എന്നുള്ള വേർഡായിരുന്നു. അത് ഉറുദു വേർഡായ തർജുമയിൽ നിന്ന് വന്നതാണ്. വാക്കുകളെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു, അവിടെ ക്ലാസ് എടുക്കുകയല്ല. ഞാൻ പറഞ്ഞത് മൊഴിമാറ്റം, ഭാഷാന്തരം എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ അത് അതിൻ്റെ പെരിഫറിൽ മാത്രമായിട്ട് നമ്മൾ പോകുന്നോ എന്നൊരു സംശയമുണ്ട്. അപ്പം നല്ല വായനകൾ അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം നിൽക്കാതെ മൂലകൃതിയുടെ ആഴത്തട്ടേക്ക് പോവുകയും അതിൻ്റെ ആത്മാവ് കണ്ടെത്തുകയും വേണം. അവിടെയാണ് ഞാൻ ഈ ആസ്വാദകൻ എന്ന് പറയുന്നത്. ആസ്വാദകനെ എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ? അതിൻ്റെ ആത്മാവ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ മൂലകൃതിയുടെ ആത്മാവ് കണ്ടെത്താനുള്ള ഒരു പ്രയാണമായിരിക്കണം യഥാർത്ഥത്തിൽ വിവർത്തനം. ആ വിവർത്തനത്തിന് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത് ഞാൻ വായനാ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു, ആരൊക്കെ വായിക്കും, എത്ര വായിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നിയിട്ടുള്ളത് ഇംഗ്ലീഷിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, ഇംഗ്ലീഷ് വായനാ സമൂഹമാണ് അത് കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ളത്. അന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒരു പഞ്ചാബിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറോട് ചോദിച്ചോളൂ, അയാൾക്കൊരു മലയാളം കൃതിയെക്കുറിച്ച് പറയാൻ പറ്റും. അതേസമയത്ത് നമ്മളുടെ ഇവിടുത്തെ മലയാളം പ്രൊഫസറോട് ചോദിക്കും ഏതെങ്കിലും ഒരു പഞ്ചാബി കൃതിയെക്കുറിച്ച് ചോദിച്ചാൽ അറിയില്ല. അത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിവർത്തനത്തെ ഒരു രണ്ടാം കിട സണ്ണി സൂചിപ്പിച്ച് ഒരു ആ തരത്തിലേ കാണുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു വായനയ്ക്ക് ഒരു വൈഡനിങ് ഉണ്ട്, ഒരു സെൽഫ് വൈഡനിങ് ആയിട്ടൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് പോലും അർത്ഥമുണ്ടാവൂ എന്നെനിക്ക് തോന്നുന്നു. പ്രിയയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയാണ് വിവർത്തനത്തെ സമീപിക്കുന്നതെന്ന്? ഞാൻ വിവർത്തനം തുടങ്ങിയത് കമലഹാസൻ എന്ന സിനിമാ നടൻ്റെ ഇൻ്റർവ്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം അദ്ദേഹം അസലായിട്ട് മലയാളം പറയും, പക്ഷെ വായിക്കാൻ അറിയില്ല മലയാളം. ബട്ട് ഹീസ് എ വെരി, എന്താ പറയുക, റിഗറസ് ആയിട്ടുള്ള തിങ്കിങ് ഒക്കെയുള്ള ഒരു ഇൻഡിവിജ്വലാണ്. അപ്പം ഹി വോണ്ട്സ് ടു നോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയണം. അതിന് അപ്പം വളരെ നുവാൻസസിലേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ ചിലപ്പം പറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ വലിയ ഇൻ്റർവ്യൂ ആയിരിക്കും, അപ്പം ഞാൻ ചില ഭാഗങ്ങൾ ഒമിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മുപ്പര് പറയും പ്രിയയുടെ തെറ്റായിരിക്കില്ല, പക്ഷേ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം അവിടുന്നാണ് ഈ ജാഗ്രത വരുന്നത്. യു ഹാവ് ടു ബി കെയർഫുൾ എന്നുള്ളൊരു തോന്നൽ വരും. കാരണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പല ഓത്തേഴ്സിനും ഇംഗ്ലീഷിൽ അത്രയും ഫ്ലുവൻസി കാണില്ല. പക്ഷെ അതൊരു ട്രാൻസ്ലേറ്ററുടെ ടാസ്ക്കാണ്, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ലേഷൻ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഒരുപാട് നെഗോസിയേഷൻസിൻ്റെ ഭാഗമായി ഒരു കൊലാബറേറ്റീവ് എഫേർട്ടിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് മിക്കവാറും ഞാൻ ചെയ്യുന്ന വർക്ക്സ് ഒക്കെയും. ഇപ്പം ടി രാമകൃഷ്ണൻ്റെ നോവൽസാണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്. ഒരു റീസൺ ഞാൻ ടി ഡിനെ അങ്ങോട്ട് ചെന്ന് ഞാൻ ചെയ്യട്ടെ എന്നാണ് ആദ്യം ചോദിക്കുമ്പം കോസ്മോപോളിറ്റനാണ് ടി ഡിയുടെ ഒരു ക്യാൻവസ്. അപ്പം ഒരു ഈസ് ഉണ്ട് ട്രാൻസ്ലേഷന്. ഭയങ്കര എത്നിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ട്രാൻസ്ലേഷൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വല്ലാതെ അനുഭവപ്പെടുക. ടി ഡിയുടെയൊക്കെ പല കഥകളും വേൾഡിൽ എവിടെ വേണമെങ്കിലും നടക്കാം. അവർ മിക്കവാറും പറയുന്ന ഭാഷ മലയാളമായിരിക്കില്ല. സോ അത് തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് അതൊരു ഈസായിട്ട് ചില ഭാഗങ്ങളെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ അല്ല, ഇത് എൻ്റെ ഒരു തീരുമാനമാണ്. എൻ്റെ പോളിറ്റിക്സോ എൻ്റെ ഐഡിയോളജിയോ ഞാൻ ഈ ട്രാൻസ്ലേഷനിൽ I don't allow it to interfere with my translation.
ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഇസ് മൈ ഇസ്തെറ്റിക് എഫേർട്ട്, ദി കണ്ടന്റ് ഇസ് സംബഡി എൽസസ്, ദ പൊളിറ്റിക്സ് ഇസ് സംബഡി എൽസസ് എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇതിൽ സ്ത്രീ വിരുദ്ധത കാണാൻ പറ്റുമല്ലേ, ബട്ട് ദാറ്റ് ഇസ് ഹിസ്. അതുകൊണ്ട് അത് തർജ്ജമ ഞാൻ ചെയ്യില്ല എന്നുള്ള ഒരു വാശിയും എനിക്കില്ല. ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ ട്രാൻസ്ലേറ്റേഴ്സ് നോട്ടിൽ പറയും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വേറെയും പല ബുക്സും ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനിൽ പോൾ എന്നൊരു യങ് ഹിസ്റ്റോറിയൻ ഉണ്ട് കേരളത്തിൽ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഹിസ് വോയിസ് ഷുഡ് ബി ഹേർഡ് നോട്ട് ജസ്റ്റ് വിതിൻ കേരള. ഇത് ഇന്ത്യയുടെ ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയാലേ തൊട്ടപ്പുറത്തുള്ള സ്റ്റേറ്റിലെ ആൾക്കാർ പോലും നമ്മളെ മനസ്സിലാക്കുകയുള്ളൂ. വിനിൽ പോൾ പറയുന്ന പല കാര്യങ്ങളും ലോകം അറിയണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വിനിലിനോട് ഞാൻ ചെയ്യട്ടെ. അങ്ങനെ വളരെ പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന ആകെ ചെയ്തൊരു ട്രാൻസ്ലേഷൻ വിനിൽ പോളിൻ്റെ പുസ്തകങ്ങളാണ്. സോ ആസ് എ ട്രാൻസ്ലേറ്റർ ഹെട്രോജനിറ്റിയാണ് എനിക്ക് താല്പര്യം. പല രീതിയിലുള്ള തർജ്ജമ, ദാറ്റ് ആക്ച്വലി ഹെൽപ്സ് മീ ഗ്രോ. നോട്ട് ഭാഷ മാത്രമല്ല, കൾച്ചറിനെ പറ്റി പഠിക്കാൻ, പൊളിറ്റിക്കൽ ഡൈനാമിക്സിനെ പറ്റി പഠിക്കാൻ, ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷൻ. എനിക്ക് തോന്നുന്നു അനിത ദേശായിയുടെ ആ നോവല, 3 നോവലുകളുടെ ഒരു അതിനകത്ത് ഒരു നോവല ഒരു ട്രാൻസ്ലേറ്ററുടെ ജീവിതമാണ്. അതായത് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പുസ്തകം അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം അവർ നടത്തുകയും അതൊരു ബാക്ക്ലാഷ് കിട്ടുകയും അവർ ആ ട്രാൻസ്ലേഷൻ സീനിൽ നിന്ന് തന്നെ വെളിയിലാവുകയും ചെയ്യുന്ന ഒരിതുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്ററുടെ ജീവിതം, ഒരു പോറ്റമ്മ എന്നതിനപ്പുറം അവർക്ക് സ്വാതന്ത്ര്യം, അവർ എത്രത്തോളം സ്വാതന്ത്ര്യം എടുക്കാമെന്നൊക്കെ അതിന് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുന്നത്, എനിക്ക് തോന്നുന്നു ആ ട്രെൻഡിനെ പറ്റി നമുക്ക് പിന്നെ പറയാം. കവനിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വിവർത്തക എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഏത് പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് ഞാനൊരു ഇന്ന പുസ്തകം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും ഇത്ര കാലം സമീപിച്ചിട്ടില്ലെങ്കിലും തരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, അത് എൻ്റെ കുറേയൊക്കെ ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്സിനോട് ഒത്തുപോകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. എൻ്റെ ഒരു ഐഡിയോളജി, എൻ്റെ ഒരു പൊളിറ്റിക്സ്, എൻ്റെ ഒരു ഭാഷ അതിനോട് ഒത്തുപോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് വിചാരിക്കാറുണ്ട്. ഇപ്പോൾ അമൃത പ്രീതത്തിൻ്റെ വർക്കാണ് എൻ്റെ അടുത്തത്. അമൃത പ്രീതത്തിൻ്റെ സിലക്റ്റഡ് സ്റ്റോറീസ് ഓഫ് അമൃത നാഷണൽ ബുക്ക് ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തതിൽ ഒരുവിധവും സ്ത്രീ എഴുത്തുകാരുടെ വർക്കുകൾ ഒരുപാടുണ്ട്. ഇപ്പം അടുത്ത് അതിന് തൊട്ട് മുമ്പ് ഞാൻ ഇറങ്ങിയത് വോൾഗ എന്ന് പറയുന്ന തെലുങ്ക് എഴുത്തുകാരിയാണ്. അവിടെ നമ്മളുടെ ഒരു സ്ത്രീവാദ എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട, മലയാളത്തിന് അത്ര പരിചിതയല്ല. ഇതിനു മുമ്പ് അവരുടെ ഒരു ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, അത് ഇതുപോലെ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല, വന്നു എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഇപ്പോൾ സ്വേച്ഛ നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ അവർ കേരളത്തിൽ പിന്നെയും ഒന്ന് അവിടെയെല്ലാം വളരെയധികം സ്പേസ് ഉള്ള ഒരാൾ കേരളത്തിലൊരു പിന്നെ ഒരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെ ചെയ്തു എന്നുള്ളൊരു അഭിമാനം കൂടി എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത്. അതേസമയം തന്നെ നമ്മൾ ഈ പൊളിറ്റിക്സും ഒക്കെ നോക്കുമ്പോൾ തന്നെ ഞാൻ ഈ വൈവിധ്യം നോക്കാറുണ്ട്. ഇപ്പോൾ പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഹെട്രോജിനിറ്റി ഞാൻ നോക്കാറുണ്ട്. എല്ലാ ജോണറും ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നോവൽ ചെയ്തിട്ടുണ്ട്, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, പോപ്പുലർ, ചേതൻ ഭഗത്തിൻ്റെ ചെയ്തിട്ടുണ്ട്, അമീഷിൻ്റെ ചെയ്തിട്ടുണ്ട്. ഞാനത് തീരുമാനം എടുത്ത് ചെയ്തതാണ്. പോപ്പുലർ ഫിക്ഷനും ഞാൻ ചെയ്യും. ഐ ക്യാൻ ഡൂ ദാറ്റ്. വെദർ ഐ ക്യാൻ ഡൂ ദാറ്റ് എന്ന് ഞാൻ നോക്കും, ചെയ്യാൻ പറ്റുമോ. ഇപ്പം ചേതൻ ഭഗത്തിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പെപ്പി ലാംഗ്വേജ് ആണ്, അതിലൊരു ഏർബൻ ഇംഗ്ലീഷാണുള്ളത്, അത് ചെയ്യാൻ പറ്റുമോ. ഡൽഹി മിഡിൽ ക്ലാസ് യൂത്തിൻ്റെ ലൈഫാണ്. അതുപോലെ തന്നെ ഞാൻ ശോഭാഡയുടെ ചെയ്തിട്ടുണ്ട്. 3 എണ്ണം ഞാൻ തുടർച്ചയായിട്ട് ശോഭാഡയുടെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജോണേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കൈപ്പുസ്തകം പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് പരീക്ഷണങ്ങളാണ്. അതായത് ഞാൻ എന്നുള്ള വ്യക്തി, ഞാൻ എന്നുള്ള വിവർത്തകനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ചെയ്യാറുണ്ട്. പിന്നെ പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിവർത്തകൻ ചെയ്യുന്നത് ഒരു ക്ലോസ് റീഡിംഗ് ആണ്, ഒരു മൈന്യൂട്ട് ക്ലോസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇപ്പോൾ തന്നെ അരവിന്ദാക്ഷൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ആസ്വാദക എന്ന നിലയിൽ നമ്മൾ ആദ്യം വായിക്കും, ഇത് വിവർത്തക എന്നുള്ള നിലയ്ക്ക് നമ്മൾ വായിക്കും. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യുക, ഈ കൾച്ചർ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇദ്ദേഹത്തിൻ്റെ ഭാഷ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരും. ഇപ്പം ഞാൻ ചെയ്തൊരു കൃതി എന്ന് പറയുന്നത് തുർക്കിയുടെ ഒരു നാഷണൽ പോയറ്റ് എന്നറിയപ്പെടുന്ന നസീം ഹിക്മത്ത് ഉണ്ട്. നസീം ഹിക്മത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലുണ്ട്. അദ്ദേഹം കവിയാണ്. ഓട്ടോബയോഗ്രഫിക്കൽ നോവല് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബ്രദർ, അതായത് ജീവിതം മഹത്തരമാണ് സോദര എന്ന പേരിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തുർക്കിയിലത്തെ ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, യങ് ടർക്സ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ട്.
അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതുപോലെ തന്നെ അതിൽ ഒരുപാട് അവരുടെ ഒരു ഭക്ഷണം അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ തുർക്കിയിൽ ഒരു കാലങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു മലയാളിയെ തപ്പിപ്പിടിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ഈ ബുക്കിൻ്റെ തുർക്കി ഭാഷയിലുള്ള ബുക്ക് കയ്യിൽ പിടിപ്പിക്കുകയും ഞാൻ വാക്കുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അദ്ദേഹം അതിന് വോയിസ് മെസ്സേജ് അയക്കും, പ്രൊനൗൺസിയേഷൻ്റെ മലയാളത്തിൽ എഴുതി അയക്കും. അപ്പോൾ അത്രയും എഫേർട്ട് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. കാരണം ആ പ്രൊനൗൺസിയേഷൻ ശരിയായിരിക്കണം എന്ന് തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെയുള്ളത് ഏത് വേർഷനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കും. ഇപ്പം ഞാൻ സ്വേച്ഛ ചെയ്തപ്പോൾ എനിക്ക് തെലുങ്ക് അറിയില്ല, ഞാൻ ഇംഗ്ലീഷാണ് ചെയ്തത്. അപ്പോൾ ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ അതിൽ സ്വേച്ഛ എന്നുള്ള വേർഡ് ക്വസ്റ്റ് ഫോർ ഫ്രീഡം എന്നാണ് ഇംഗ്ലീഷിൽ വന്നത്. അപ്പോൾ ക്വസ്റ്റ് ഫോർ ഫ്രീഡം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സ്വേച്ഛ എന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഈ എഴുത്തുകാരായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്കിപ്പോൾ എല്ലാ എഴുത്തുകാരും പറ്റില്ല. ഞാൻ പൗലോ കൊയ്ലോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ലോക എഴുത്തുകാരുടെ ചെയ്തിട്ടുണ്ട്. അവരോടൊന്നും നമുക്ക് ഇൻട്രാക്ഷൻ നടക്കണമെന്നില്ല, റുഷ്ദി. പക്ഷെ നമുക്ക് ഈ അടുത്തുള്ള പിന്നെ നെയ്ബറിങ് സ്റ്റേറ്റ്സ് ചെയ്യുമ്പോൾ പെരുമാൾ മുരുകൻ്റെ കീഴാളം ചെയ്തപ്പോൾ എനിക്ക് വി ഗീതയുടെ ട്രാൻസ്ലേഷനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സ്വേച്ഛയുടെ കാര്യം പറയാം. സ്വേച്ഛ അപ്പം നമ്മൾ സ്വേച്ഛ എന്ന് തന്നെ മലയാളത്തിൽ നിർത്തി. കാരണം സ്വേച്ഛ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ്. സ്വന്തം ഇച്ഛ എന്നുള്ളതാണ് സ്വേച്ഛ. അതിലങ്ങനെ തന്നെയാണ് 1980s എഴുതിയിട്ടുള്ള സ്ത്രീവാദത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ള ഒരു അരുണ എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് പിന്നെ ലേഡിയാണ്. അവരൊരു കോളേജ് അധ്യാപികയാണ്. അവർ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന 1980s ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ബഹളമുണ്ട്. ഈ എഴുത്തുകാരിക്ക് എതിരെ ആന്ധ്രാപ്രദേശിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ ആ സ്വേച്ഛ എന്നുള്ള വേർഡ് തന്നെ ഞാനത് ഇതിൽ തന്നെ റീറ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ ചാപ്റ്റർ ഡിവിഷൻസ് വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു ഇംഗ്ലീഷിലെ. അത് ഞാൻ എഴുത്തുകാരിയോട് ഡിസ്കസ് ചെയ്ത്. അതുപോലെ തന്നെ തെലുങ്ക് വാക്കുകളുണ്ട്, കുട്ടിയായിട്ട് സംസാരിക്കുന്ന തെലുങ്ക് വാക്കുകളും തെലുങ്ക് എഴുത്തുകാരുടെ റെഫറൻസസ് ഉണ്ട്, തെലുങ്ക് സംഗീതമുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ അവരോട് തന്നെ സംസാരിച്ച്, ഇപ്പം അവരതിൽ ഹീ എന്നാണല്ലോ അദ്ദേഹം എന്നുള്ളതിനൊക്കെ ഇംഗ്ലീഷിൽ ഹീന്നേ ഉള്ളൂ. അപ്പോൾ ഈ കോളേജ് മേറ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അദ്ദേഹം എന്ന് എഴുതണോ അവനെന്ന് എഴുതണോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു എന്നോട്, അത് നമ്മൾ കോളേജ് മേറ്റ്സ് ആയാലും നമ്മൾ അവൻ നന്ന് പറയില്ല, അത് അദ്ദേഹം തന്നെ എഴുതിയാൽ മതി. ഇങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷൻ നമുക്ക് എല്ലായ്പ്പോഴും സാധ്യമാവണമെന്നില്ല, പക്ഷെ ചെയ്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ തമിഴ് പെരുമാൾ മുരുകൻ്റെ ചെയ്തപ്പോൾ നമ്മൾ വി ഗീത അതൊരു പാൻ ഇന്ത്യൻ ഒരു ഔട്ട്ലുക്ക് കിട്ടാനായിരിക്കാം മാസങ്ങളെല്ലാം ജൂൺ ജൂലൈ അങ്ങ് മാറ്റി. അത് നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ് ആണ്. അപ്പം ഞാൻ ആ മാസങ്ങളെല്ലാം ഇങ്ങോട്ട് മാർഗഴി എന്നൊക്കെ ഇങ്ങോട്ട് മാറ്റി. അങ്ങനെയുള്ള കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള പല ഡീറ്റെയിൽസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ട്, ഇതിൻ്റെ എല്ലാം മേലെയായിട്ട് ആ കൃതിയുടെ ആത്മാവ് നഷ്ടപ്പെടുത്താതിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ദോസ്തയേവ്സ്കിയുടെ കൃതികൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിലെല്ലാം നമുക്ക് തളം കെട്ടിക്കിടക്കുന്ന ഒരു വിഷാദം അനുഭവപ്പെടണം, ആത്മാവിൻ്റെ ഇരുണ്ട വശങ്ങൾ അനുഭവപ്പെടണം. ആ ഇരുണ്ട വശങ്ങളെ കാരുണ്യം കൊണ്ടും ദയ കൊണ്ടും അതുപോലെ തന്നെ ഒരു മാഗ്നാനിമിറ്റി കൊണ്ടും നിറയ്ക്കുന്ന ഒരു വെളിച്ചം കൂടി നമുക്ക് അനുഭവപ്പെടണം. അത് ഇപ്പോൾ വന്നിട്ടുള്ള ദോസ്തയേവ്സ്കിയുടെ ട്രാൻസ്ലേഷനുകൾ, ഇപ്പോൾ വേണുദേശം ചെയ്ത ട്രാൻസ്ലേഷനുകളിലൊക്കെ അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ആത്യന്തികമായിട്ട് അത് തന്നെയാണ് ഒരു വിവർത്തകയുടെ ഒരു ഉദ്ദേശം. അതെല്ലാം ശ്രദ്ധിക്കും. വിവർത്തകൻ അല്ലെങ്കിൽ വിവർത്തകൻ പാലിക്കേണ്ട ചില കാര്യങ്ങളാണല്ലോ നമ്മുടെ. ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, ഇന്ത്യക്കകത്തും പുറത്തും യാത്ര ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പരിഭാഷകൾ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കുറച്ച് എഴുത്തുകാർ എൻ്റെ അടുത്ത് വന്ന് പുസ്തകം തരും, അതും മലയാളത്തിലേക്ക് ആക്കണം എന്ന് പറഞ്ഞ് തരാറുണ്ട്. എനിക്കതിൽ അത്ര വലിയ കമ്പം തോന്നാറില്ല. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഒന്ന് വായിക്കുമ്പോൾ നമുക്കൊന്ന് തോന്നും, ഇത് എൻ്റെ ഭാഷയിലുള്ള, എൻ്റെ മാതൃഭാഷയിലുള്ള ആളുകൾ ഈ അനുഭവത്തിലേക്ക് വരണം എന്നൊരു വികാരം നമുക്കുണ്ടാവും. അതാണ് വാസ്തവത്തിൽ പരിഭാഷ ചെയ്യാനുള്ള നമ്മളുടെ ആദ്യത്തെ പ്രേരണ തന്നെ. അപ്പോൾ ഇത് ഈ പരിഭാഷാ പ്രക്രിയയിലേക്ക് ഏർപ്പെടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അത്രയേറെ ആത്മസമർപ്പണം അതിനാവശ്യമുള്ളൊരു കാര്യമാണ്. ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്തൊരു പ്രക്രിയയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുത്തുകാരനോട് നീതി പുലർത്തണം, അദ്ദേഹം എഴുതിയ ഭാഷയോട് നീതി പുലർത്തണം, അതേപോലെ തന്നെ നമ്മളുടെ മാതൃഭാഷയോടും ഏത് ഭാഷയിലേക്കുണ്ടോ ആ ഭാഷയോടും നീതി പുലർത്തേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അതിൻ്റേതായ ഒരു എഫേർട്ട് ഉണ്ട്.
ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കൃതി ആദ്യം വായിക്കും. ഇപ്പോഴും കുറച്ചധികം പുസ്തകങ്ങൾ എനിക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് തന്നിട്ടുണ്ട്, പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ തന്നിരിക്കുന്ന ആളുകളൊന്നും ചെറിയ ആളുകളല്ല, IAS റിട്ടയർ IAS ഒക്കെയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഈ കൃതി എത്രത്തോളം നമുക്ക് സ്വീകാര്യമാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരിഭാഷ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ 100 പേജോ 200 പേജോ 300 പേജോ ഉള്ള ഒരു കൃതി പരിഭാഷപ്പെടുത്തുന്നതിന് 2 3 ചിലപ്പോൾ 2 വർഷമൊക്കെ എടുത്തെന്ന് വരാം. ഇപ്പോഴേ ആ സമയത്ത് ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊരു വ്യത്യാസം വരും. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ ആദ്യ നാളുകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ തന്നെ ഇതിൻ്റെ അവസാനത്തിലേക്ക് എത്തണം. അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ കബനി മാഡം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഹിന്ദിയിൽ ഒരു വാക്കുണ്ട്, ലഡ്ക എന്നൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ്. പരിഭാഷയുടെ ഒരു ഘട്ടത്തിലും ആൺകുട്ടി എന്നും പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ ചെറിയൊരു വാക്കാണത്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓ എന്നൊരു വാക്കുണ്ട്, അവനെന്നും അദ്ദേഹം എന്നും ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ അപ്പോൾ ഇവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മലയാളത്തിലേക്ക് വരുന്ന ഒരു കൃതി, മലയാളത്തിൽ ധാരാളം മൊഴിഭേദങ്ങളുണ്ട്. കാരണം തിരുവനന്തപുരത്തിൻ്റെ സ്ലാങ് അല്ല കാസർഗോഡിൻ്റെ സ്ലാങ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ലാങ്ങിൽ പിടിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തിരുവിതാംകൂറിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ആണെങ്കിൽ, കൊച്ചിയുടെ ആണെങ്കിൽ, അത് പരിഭാഷകൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അത് റീഡബിലിറ്റിയെ സ്വാധീനിക്കും. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പരിഭാഷയുടെ കാലയളവ് പരിഭാഷയെ സ്വാധീനിക്കും. കാരണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും അതുപോലെ തന്നെ പ്രയോഗങ്ങളും ഒക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു വാക്ക് നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ടാവുക. ആ വാക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ പരിഭാഷയിലേക്ക് കടന്നു വരും. ഇത് പക്ഷേ നമ്മളുടെ ആദ്യകാല പരിഭാഷയിലെ ആദ്യ പേജുകളിൽ ഇത് വന്നിട്ടുണ്ടാവില്ല. അതൊരു വലിയ പ്രശ്നമായിരിക്കും. വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ഘടനയുണ്ട്. അപ്പോൾ നമ്മൾ സോഴ്സ് ലാംഗ്വേജിൻ്റെ ഘടന തന്നെ ടാർഗറ്റ് ലാംഗ്വേജിലും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ മിക്കവാറും അത് വായനയെ ബാധിക്കും. പക്ഷേ ആ ഘടനയിൽ തന്നെയാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക പഠനത്തിനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിനും ഒക്കെ അത് കൂടുതലായിട്ട് ഉപകരിക്കപ്പെടുകയും ചെയ്യും. ഞാനത് UGCയുടെ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോഴാണ് വാസ്തവത്തിൽ ഈ കാര്യം ഞാൻ സത്യസന്ധമാക്കി മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ്റെ നിരവധിയായ തിയറികളുണ്ട്. ഈ തിയറികളിൽ നമ്മൾ സോഴ്സ് ലാംഗ്വേജിൻ്റെ തന്നെ ഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് സോഴ്സ് ലാംഗ്വേജിൻ്റെ ഒരു കൾച്ചറൽ പാറ്റേൺ എന്നുള്ള കാര്യം വായനക്കാർക്ക് പിടികിട്ടും. പക്ഷേ അത് ശരിക്കും ഒരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം. റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, അതിനൊരു ഇഴുകിച്ചേരലുണ്ട്, അതിൻ്റെ ഒരു സിങ്ക്രണൈസേഷൻ ആവശ്യമുണ്ട്. വായനക്കാരനെ മുന്നോട്ട് കൊണ്ടുപോകണം. അശോക് വാജ്പേയി പറഞ്ഞ വായനക്കാരൻ ഒരു ബസ് യാത്രക്കാരനാണ്, അയാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോവും, അയാൾക്ക് ഇഷ്ടമുള്ള സ്റ്റോപ്പിൽ വേണമെങ്കിൽ അവിടെ വരെ പോയിക്കൊള്ളുന്നില്ല. അപ്പം നമ്മളുടെ ഒരു പരിമിതിയായിട്ട് അത് കണക്കാക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം പറയാം. സച്ചിദാനന്ദ മാഷ് എന്നേക്കാൾ നന്നായി ഹിന്ദി അറിയുന്ന ആളാണ്, മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാഷ് ഒരു കവിത പരിഭാഷപ്പെടുത്തി, എനിക്ക് അത്ര ധൈര്യമില്ല, ഖദീജ മുംതാസിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. മാഷ് എൻ്റെ ഒരു പുസ്തകത്തിന് പിളർപ്പ് എഴുതിയിട്ടുള്ള ഒരാളാണ്, കൊടുക്കാൻ പറഞ്ഞു. മാഷ് അത് വായിച്ചിട്ട് മറുപടി ഇട്ടിട്ട് പറഞ്ഞു, പരിഭാഷ നന്നായിട്ടുണ്ട്, പക്ഷെ അല്പം സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ സ്വാതന്ത്ര്യത്തോടെ അത് ചെയ്യാനാവൂ. അല്ലാതെ ചെയ്യുമ്പോൾ അത് ഹിന്ദിയുടെ ഒരു പാറ്റേൺ ആവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഷകളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതിയൊരു കഥ ഇന്ന് ഈ സമയത്ത് തന്നെ അടുത്ത വേദിയിൽ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഞാനത് പരിഭാഷപ്പെടുത്തിയാൽ പരാജയമായിരിക്കും. കാരണം അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പരിഭാഷകന് ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് പരിഭാഷകൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വായനക്കാരോട് നീതി പുലർത്തണം, എഴുത്തുകാരനോട് നീതി പുലർത്തണം, എഴുത്തുകാരൻ്റെ ഭാഷയോട് നീതി പുലർത്തണം. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ അതിനകത്തുണ്ട്. പറഞ്ഞതിനോട് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാൻ തോന്നി. ഇപ്പോൾ സണ്ണി സാറ് പറഞ്ഞു കാലം മാറ്റും ട്രാൻസ്ലേഷൻ എന്നുള്ളത്, കാലാനുസൃതമായ മാറ്റങ്ങൾ വരും. അതിപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എപ്പോഴും, ഒരു കൃതിയുടെ ഒരു പഴയ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ പുതിയ ട്രാൻസ്ലേഷനുകൾ വരണം. പല ട്രാൻസ്ലേഷനുകൾ ഇപ്പോൾ പാവങ്ങൾ 100 വർഷമായപ്പോൾ അതിനുശേഷം വേണുവിദേശത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം വാക്കുകൾ മാറും, ആശയങ്ങൾ മാറും, പിന്നെ മേ ബി വാക്കുകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാറും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ സെക്കൻഡ് സെക്സിന് ബുക്ക്, സിമോൺ ദി ബൂവയുടെ ബുക്കിന് പിന്നെയും ട്രാൻസ്ലേഷനുകൾ ഉണ്ടായി. ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു ട്രാൻസ്ലേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കാലാനുസൃതമായ മാറ്റങ്ങളും കൂടി, വിവർത്തനങ്ങൾക്കും പുതിയ പതിപ്പുകളും പുതിയ വേർഷനുകളും ആവശ്യമുണ്ട്. ഇത് പറയാൻ തന്നെയാണ് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാനിരുന്നത്. ചില ഒന്ന് നോക്കിയാൽ ഒരു വിവർത്തനം കൊണ്ട് ഒരു കൃതിയുടെ
ജീവിതം അവസാനിക്കുന്നില്ല ഒരു ഭാഷയിലും. ഇപ്പം ഡോൺ കിഹോത്തെ തന്നെ 450 ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട് പല ഭാഷകളിലായി. അത് ഈ കഴിഞ്ഞ വർഷവും അതിൻ്റെ ഒരു വാർഷികങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു സെഞ്ചുറിയൻ ഇത് വരുമ്പോഴും എല്ലാം അവർ ഒരു പുതിയത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ വാസിലി ഗ്രോസ്മാൻ്റെയൊക്കെ ആദ്യം വന്ന ട്രാൻസ്ലേഷൻ അല്ലാതെ പുതിയ വിവരങ്ങൾ സ്റ്റാലിനിസ്റ്റിക് റഷ്യയെ പറ്റി കിട്ടിയപ്പോൾ ആ രണ്ടാമതൊരു ട്രാൻസ്ലേഷൻ അതേ വിവർത്തകൻ ചെയ്തിരിക്കണമെന്നുള്ളതാണ്. അദ്ദേഹം എന്തു മനസ്സിലാക്കിയോ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറിവ് വന്നപ്പോൾ വാസിലി ഗ്രോസ്മാൻ്റെത് പുതിയൊരു ട്രാൻസ്ലേഷൻ റോബർട്ട് ചാൻഡലർ തന്നെ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് എനിക്ക് ഇനിയിപ്പോൾ ചോദിക്കേണ്ട ഒരു പുതിയ ട്രെൻഡ്സ് ഇൻ ട്രാൻസ്ലേഷൻ, അതായത് നമ്മളൊരു വിവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഈ ട്രെൻഡ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് നമ്മൾ പിന്നെ അതെങ്ങനെ സ്വീകരിക്കുന്നു, എന്താണ് നമ്മൾ കാണുന്ന പുതിയ ട്രെൻഡ്സ്. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സ്റ്റേറ്റിൻ്റെ ഒരു സഹകരണം ഉണ്ടാവുന്ന രീതിയിൽ പണ്ടൊരു ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം ഒരു പ്രസാധകനിൽ നിന്ന് മറ്റൊരു പ്രസാധകനിലേക്ക് വരുന്നതും വായനക്കാരിൽ എത്തുകയോ എത്താതെ പോവുകയോ ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഹാൻഗാങ്ങിനെ പറ്റി കൂടുതൽ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സൗത്ത് കൊറിയയിലെ എത്രമാത്രം ആ രാജ്യം ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിൽ ഇൻവോൾവ് ആണ്, ഇൻവെസ്റ്റഡ് ആണെന്നുള്ളത്. അവരതിനു വേണ്ടി ചിലവാക്കുന്ന പണം, ഊർജം, എത്രത്തോളം മനുഷ്യ മണിക്കൂറുകൾ, എത്ര മാൻ അവേഴ്സ്, എന്തുമാത്രം മാൻ അവേഴ്സ് ചിലവാക്കിയാണ്. അതുപോലെ അവർ ഈ ഗസ്റ്റായിട്ട് സ്വീകരിച്ച് താമസിപ്പിച്ചാണ് പ്രസാധകരെ കൊണ്ട് ഞങ്ങളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെബോറ സ്മിത്തിൻ്റെ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ഡെബോറ സ്മിത്ത് തന്നെ അതിൻ്റെ ഒരു അംബാസഡറായിട്ട് മാറി ലണ്ടൻ ബുക്ക് ഫെയറിൽ കൊണ്ടുപോയി. അത് വന്ന് പിന്നെ അത് ചരിത്രമായി മാറുകയാണ്. അതിനൊപ്പം തന്നെ മാൻ ബുക്കർ പ്രൈസിൻ്റെ ഒരു വ്യക്തിയുടെ അഥവാ ഒരു ബോഡി ഓഫ് വർക്ക് ഒരു വ്യക്തിയുടെ എന്നതിൽ നിന്ന് ട്രാൻസ്ലേഷൻ കൂടെ ഉൾപ്പെടുത്താമെന്നുള്ള നിയമം വന്നതിൻ്റെ പിറ്റേ വർഷമാണ് വരുന്നത്. ഇതിലെല്ലാം ഒരുപക്ഷെ ഒരു പൊളിറ്റിക്സും ഒരു രാഷ്ട്രത്തിൻ്റെ ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം ഈ പ്രവണതകൾ എന്താണ് നമ്മൾ പുതുതായി കണ്ടിരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അരുണേഷ് സാറിനൊന്ന് പറയാമോ? ഈ വിവർത്തനത്തിൻ്റെ സൗന്ദര്യം എന്ന പൊതു വിഷയത്തെക്കുറിച്ചാണ്, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ ഒരു മുറിയിലിരുന്ന് വളരെ ധ്യാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അത്തരത്തിലിരുന്ന് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് വിവർത്തനം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല വിവർത്തനം ഇറങ്ങണമെങ്കിൽ അതിലൊരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ട് എൻ്റെ അനുഭവം വെച്ച് പറയാം. ഒന്ന്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളി നാടകൃത്തായ ബാദൽ സർക്കാരിൻ്റെ ഏവം ഇന്ദ്രജിത്ത് മീൻസ് ആൻഡ് ഇന്ദ്രജിത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ചെറിയൊരു നാടകം, ആകെ 100-ൽ താഴെ പേജ് വരുന്ന ഒരു നാടകമാണ്. അതിൻ്റെ വിവർത്തനം ഇറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ബെസ്റ്റ് ബുക്സ് എന്ന പ്രസാധകരാണ് ഇത് ഇറക്കിയത്. അവർ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത്, അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇതിൻ്റെ തർജ്ജമ ചെയ്തത്, ഇംഗ്ലീഷിലേക്ക് ചെയ്തത് പ്രസിദ്ധ കന്നഡ എഴുത്തുകാരനായ ഗിരീഷ് കർണാടാണ്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ നിന്നാണ്, എനിക്ക് ബംഗാളി അറിയില്ല, ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ മലയാളത്തിലേക്ക് ഇത് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നി കാര്യം വളരെ പ്രസിദ്ധനായ നാടകൃത്താണ്, നാടകത്തെക്കുറിച്ച് അവബോധമുള്ള ആഴത്തിൽ അറിവുള്ള ഒരാളാണ് ഗിരീഷ് കർണാട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ബംഗാളി അറിയാമായിരിക്കും, അതുകൊണ്ടല്ലേ ഏവം ഇന്ദ്രജിത്ത് തർജ്ജമ ചെയ്തത്. പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല. ഒരുപക്ഷെ നിങ്ങളൊരു പേര് കേട്ട് കാണും, വിവർത്തന രംഗത്ത് ഒരു വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ശ്രീ രവി വർമ്മ. കുറേ കാലം ഒറിജിനൽ ബംഗാളി പുസ്തകങ്ങളിൽ നിന്ന് മലയാളത്തിലേക്ക് നമുക്ക് വിവർത്തനം തന്നിട്ടുള്ള ആളാണ്. അത് ഇംഗ്ലീഷിൽ നിന്നോ ഹിന്ദിയിൽ നിന്നൊന്നും അല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്തത് അദ്ദേഹം ബംഗാളി നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ സമീപിച്ച്, എനിക്ക് വളരെ ആദരവുള്ള വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഈ ഏവം ഇന്ദ്രജിത്തിൻ്റെ ഒറിജിനൽ ഒന്ന് സംഘടിപ്പിച്ച് ഞാൻ തരാം, അത് വെച്ചിട്ട് എൻ്റെ തർജ്ജമയൊന്ന് തട്ടിച്ചു നോക്കണം. കുറേ ദിവസം ഒരുമിച്ചിരുന്ന് തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇരുന്ന് പേജ് വൈസിൽ ഇത് അദ്ദേഹം വായിക്കുമ്പോൾ എൻ്റെ മലയാളം തർജ്ജമ ഞാൻ വായിച്ചു കൊടുക്കും, അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയും ഞാൻ വായിച്ചു കൊടുക്കും. അങ്ങനെ നോക്കി ഇംഗ്ലീഷ് തർജ്ജമ, ഹിന്ദി തർജ്ജമ, മലയാളത്തിൽ ഞാൻ ചെയ്ത തർജ്ജമ, അദ്ദേഹം ബംഗാളി ടെക്സ്റ്റുമായി, ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ ഒരർത്ഥത്തിൽ എനിക്ക് തന്നെ എൻ്റെ വിവർത്തനത്തിനെ കുറിച്ചൊരു മതിപ്പ് തോന്നി. അത് വാസ്തവത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്, അത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അങ്ങനെ ആ പുസ്തകം MG യൂണിവേഴ്സിറ്റി ടെക്സ്റ്റായി 2 വർഷത്തോളം. ടെക്സ്റ്റായതിൽ പുറകിൽ പ്രസാധകൻ്റെ സൂത്രം ഉണ്ടാവും, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അത് വേറെ ഉണ്ടാവും. പക്ഷേ എങ്കിലും
ആ പുസ്തകത്തിൻ്റെ വായനക്കാരായ വിദ്യാർത്ഥികൾ, അന്ന് വിദ്യാർത്ഥികൾ പുസ്തകമൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പോൾ ഈ മൊബൈലിൽ വന്നതോടുകൂടി ഈ പുസ്തകം വായിക്കുന്നത് കുറഞ്ഞു. ഒരു വിഷയം അത് തന്നെയാണെന്ന് തോന്നുന്നു, വായനയുടെ കുറവിനെക്കുറിച്ച് ഒരു സെഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അന്ന് വായിക്കുമായിരുന്നു. അന്ന് അവിടുത്തെ MG യൂണിവേഴ്സിറ്റിയിലെ ചില കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ മൊബൈലില്ല. അന്ന് ഈ ലാൻഡ് ഫോൺ നമ്പർ എവിടെ നിന്നൊക്കെ വാങ്ങി. അപ്പോൾ അത്രയും ക്ലേശിച്ച് അവരെന്നെ ബന്ധപ്പെട്ടല്ലോ. അപ്പോൾ അതെന്താണ്, അതൊരു ഭേദപ്പെട്ട യാതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലവും ഇല്ലാതെ ഒരു ബംഗാളി നാടകം മലയാളികൾക്ക് വളരെ, പക്ഷെ അത് ഒരർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു അർബൺ സിറ്റുവേഷനാണ് ആ നാടകത്തിലുള്ള, അല്ലാതെ ഒരു എത്നിക് സിറ്റുവേഷൻ അതിനകത്തില്ല. പിന്നൊരു അനുഭവം നമ്മുടെ അടുത്ത കാലത്ത് ഞാൻ സ്വേച്ഛയാ ചെയ്ത പ്രഭാവർമ്മയുടെ കഥാകാവ്യം, ഫിക്ഷൻ പോയിട്രി, ദറ്റ് ഈസ് ശ്യാമമാധവ. അത് ഞാൻ തന്നെ അദ്ദേഹത്തോട് എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം മഹാഭാരതത്തെക്കുറിച്ച് അല്ലാതെയും ഞാൻ കുറേയേറെ ചെയ്തിട്ടുണ്ട്. കൊട്ടീഷന്മാരാരുടെ ഭാരതപര്യടനം ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ എൻ്റെ തന്നെ ഒരു ഫിക്ഷൻ പോയിട്രി ഉണ്ട്. അങ്ങനെ പലതുണ്ട്. ആ കഥയോട്, പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ കഥയോടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം സന്തോഷപൂർവ്വം ചോദിച്ചു. പക്ഷെ ചെയ്തു വന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ശ്യാമമാധവം ഒരർത്ഥത്തിൽ ഒരു ട്രഡീഷണൽ പോയിറ്റിക് സ്റ്റൈലിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേയേറെ സംശയങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തോട് പങ്കുവെച്ചു. അദ്ദേഹം പാലക്കാട് വന്നപ്പോൾ 2 തവണ എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹാഫ് ഡേ ഇരുന്നിട്ടാണ് ആ തർജ്ജമ ശരിയാക്കിയത്. അതിൻ്റെ ഡ്രാഫ്റ്റ് ട്രാൻസ്ലേഷൻ വെച്ചാണ് അസമിയ ഭാഷയിൽ ഒരു സ്ത്രീ അതിനെ ചെയ്തു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൊണ്ട് അവർക്കത് തൃപ്തി വരാത്തതുകൊണ്ട് എൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ്റെ ഡ്രാഫ്റ്റ് വെച്ചാണ് അവർ അസമിയിലേക്ക് അത് തർജ്ജമ ചെയ്തത്. ഒരു കാര്യമുണ്ട്, ഡൽഹിയിൽ നിന്ന് ധാരാളം റിപ്പോർട്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഹാൻ കാങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, വെൻ ഹാൻ കാങ്ങിൻ്റെ വെജിറ്റേറിയൻ്റെ ട്രാൻസ്ലേഷൻ വന്നു, അതിനുശേഷം ട്രാൻസ്ലേഷൻ വെച്ചാണ് ബുക്കർ കിട്ടിയത്. ആ സമയത്ത് ഈ ട്രാൻസ്ലേഷൻ പോലീസ് എന്നൊരു വിഭാഗമുണ്ട്, രണ്ടും വെച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർ. അവർ പറഞ്ഞത് 1/3 of the novel has not been translated, 20% of it is wrong, and the English translator has made the protagonist has more agency than in the original text എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പറയണം, the original was faithful to the translation അല്ല, maybe the original was not faithful to the translation, because the translation won the award, not the original, and that's how Han Kang began to be noticed. പിന്നെ കബിനി പറഞ്ഞതുപോലെ വാക്കുകൾ, ആർക്കൈക് വേർഡ്സ്, ഇത് ചിലപ്പം ഒരേ ടെക്സ്റ്റിൽ സംഭവിക്കാം. TDRൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയിൽ US നടക്കുന്ന കഥയുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ശ്രീലങ്കയിലുണ്ട്, ഒരു 100 വർഷം മുന്നേ നടന്ന ചില സംഭവങ്ങളുണ്ട്. ഇതിൽ ഓരോന്നിലും മലയാളം വ്യത്യാസമുണ്ട്. മലയാളം ദേ വുഡ് സ്പീക്ക് ഒരു ആർക്കൈക് ഒരു ടോൺ വരണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ദ ട്രാൻസ്ലേറ്റർ ഹാസ് ടു സ്ലിപ്പ് വിത്ത് വെരി ഗ്രേറ്റ് ഡെക്സ്റ്ററിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ത്രൂ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് മലയാളം ദാറ്റ് ഹാവ് ബീൻ ഇൻ യൂസ്. അത് ഒരു ടാസ്ക് തന്നെയാണ്. ഇനി മറ്റൊരു പ്രശ്നം ഈ റൈറ്ററിൻ്റെ വോയിസ് ക്യാരി ഓവർ ചെയ്യുക എന്നുള്ളതാണ്. മലയാളത്തിൽ ഒരു പേജ് നല്ല വായനക്കാരനാണെങ്കിൽ ഇപ്പം നമ്മൾ പണ്ട് പറയാറില്ലേ, പിക്കാസോൻ്റെ ഒരു പെയിൻറ്റിങ് കണ്ട പിക്കാസോ ഒപ്പിട്ടില്ലെങ്കിലും ആർട്ട് aficionado will be able to spot a Picasso. The same thing works in literature. നമ്മൾ പേര് വെക്കാതെ എഴുതിയാലും MTയുടെ ടോൺ നമുക്ക് മനസ്സിലാവും. T. പത്മനാഭന് വേറൊരു ടോണായിരിക്കും, പത്മരാജന് വേറൊരു ടോണായിരിക്കും. Unfortunately, all these people have the same tone in English. They speak in the same tone. That is a problem. പക്ഷേ അതേ സമയത്ത് സ്വെറ്റ്ലാന അലക്സെവിച്ച് ലിറ്ററേച്ചറിനാണ് നൊബേൽ കിട്ടിയതെങ്കിലും സ്വെറ്റ്ലാനയുടെ വോയിസ് ഇതുവരെ ഞാൻ ലിറ്ററേച്ചറിൽ വായിച്ചിട്ടില്ല. കാരണം ഷീ ജസ്റ്റ് ഗോസ് ഔട്ട് ഇൻ ടു ദ പബ്ലിക് about, and she talks to them about dissolution of the Soviet empire, or she talks to them about the Chernobyl disaster. Multiple voices ആണ്. 100 കണക്കിന് ആൾക്കാരോടുള്ള സംഭാഷണമാണ് റെക്കോർഡ് ചെയ്ത് ബുക്കാക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, ബെലറൂസിയൻ റൈറ്ററാണ്. ഈച്ച് chapter has a distinct tone of its own. So the translator has done an amazingly good job എന്ന് സ്വെറ്റ്ലാനയെ വായിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. Hope and pray and just work towards the day when we can reproduce the tone of the writer. Our tonality, if we can make it resonate in the target language, അന്ന് ഈ പറയുന്ന എല്ലാ എഴുത്തുകാരും ഒരു മൾട്ടിപ്പിൾ ഗ്ലോബലൈസ്ഡ് ഓഡിയൻസ് വായിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. AI എവിടം വരെ എത്തിച്ച് കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
ഞാനിത് കൈമാറുന്നതിന് മുമ്പ് ഈ ഹാൻഗാങ്ങിൻ്റെ ഒരു കാര്യം കൂടെ പറയാനാണ്. ഹാൻഗാങ്ങിൻ്റെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ട ട്രാൻസ്ലേഷൻ ഡെബോറ സ്മിത്ത് ആണ് ചെയ്തിരിക്കുന്നത്. ഡെബോറ സ്മിത്തിന് കൊറിയൻ ഭാഷയുമായുള്ള പരിചയം വെറും 6 വർഷമാണ്. അവർ കൊറിയൻ ഭാഷ ഇംഗ്ലീഷിലൊരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത ശേഷം കൊറിയൻ ഭാഷ പഠിച്ചു തുടങ്ങി. 6ാമത്തെ വർഷം അവരൊരു പുസ്തകം തിരഞ്ഞെടുത്ത് അവർ തിരഞ്ഞെടുത്ത് കൊറിയൻ എടുക്കാൻ തന്നെ കാര്യം കൂടുതൽ സ്കോപ്പ് കൊറിയനാണ്, യൂറോപ്യൻ ലാംഗ്വേജസിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ തിരഞ്ഞെടുത്ത ഭാഷയാണ്. പിന്നെ അവർക്ക് അതിനുശേഷം ഉണ്ടായ ആ 30% ട്രാൻസ്ലേഷൻസ് വിട്ടുകളഞ്ഞു എന്നുള്ള ആ കോൺട്രവേഴ്സി തന്നെ ഒരു PR എക്സർസൈസാണ്. അതായത് ഈ വിഷയം, ഈ പുസ്തകം ഇങ്ങനെ പൊതുശ്രദ്ധയിൽ നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ കോൺട്രവേഴ്സി ആണെന്ന് വരെ ഇപ്പോൾ വിളിച്ചു വരുന്നുണ്ട്. കബനി, നമ്മളിപ്പം ഞാൻ സംസാരിക്കാൻ ഇപ്പം എനിക്ക് തോന്നണത് ഈ ട്രാൻസ്ലേഷന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരു കരിയറും കൂടി വെച്ചിട്ട് ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ഞാൻ ഒരു ബുക്ക് കിട്ടും, നല്ലതാണെങ്കിൽ ഞാനത് ചെയ്യും, അത് കൊടുക്കും, ഇത്ര മാത്രമാണ്. നമ്മളൊരു ഡിറ്റാച്ച്ഡ് ആണ്, നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഡിസ്റ്റൻസ്ഡ് ആണ്. കാരണം അങ്ങനെ ട്രാൻസ്ലേറ്റേഴ്സിന് അങ്ങനെ വലിയൊരു 2000 ഞാൻ പ്രൊഫഷണലി ഒരു 2005 തൊട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, 20 years ബാക്ക്. അതിന് മുമ്പ് ഞാൻ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു പ്രൊഫഷണൽ ലെവലിൽ. അന്ന് അങ്ങനെ ഈ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ പേര് കവർ പേജിൽ വെക്കണ പ്രശ്നമേ ഇല്ല. അത് ഉള്ളിലെങ്ങാനും ചെറിയ അക്ഷരങ്ങളിൽ വെക്കും എന്നത് മാത്രമാണ്. ഇപ്പോഴും വെക്കാത്തവരുണ്ട്, ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് ഇറ്റ് ഷുഡ് ബി ദർ. ആ ഇൻസിസ്റ്റ് ചെയ്യാനുള്ള ധൈര്യത്തിനും ഒരുപാട് കാലം എടുത്തു. അപ്പോൾ അത് മുന്നോട്ട്, പണ്ട് നമുക്ക് മലയാളത്തിലുണ്ടായിരുന്നത് അധികവും ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ, ലാറ്റിൻ അമേരിക്കൻ ടാഗ് ചെയ്ത എന്തും വായിക്കപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ ബംഗാളി ടാഗ് ചെയ്ത എന്തും വായിക്കപ്പെടുമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മാറ്റം ഉണ്ടായത് അതിന്. അതുപോലെ തന്നെ ആധുനികത വന്നു, അത് കഴിഞ്ഞ് ചുവപ്പൻ ആധുനികത വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കേരളത്തിൽ വിവർത്തനം, നല്ലതാണോ ചീത്തയാണോ വിവർത്തനം എന്നതൊന്നും ശ്രദ്ധിക്കാതെ വായിക്കപ്പെട്ടിരുന്നു. അത് ഇപ്പം എത്തി നിൽക്കുമ്പോൾ ഈ നെയ്ബറിങ് സ്റ്റേറ്റ്സ് എന്നുള്ളത് വളരെ കുറവായിട്ട് വന്നു. ഇപ്പോൾ കന്നഡ, തമിഴ്, അതുപോലെ തന്നെ കന്നഡയിൽ നിന്ന് സുധാകര രാമന്തളി പോലെ കന്നഡ ഭാഷയിൽ നിന്ന് നേരിട്ട് ചെയ്യുന്ന ആളുകൾ നമുക്കുണ്ട്, തമിഴിൽ നിന്ന് നേരിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, മറാത്തിയിൽ. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ശ്രീകൃഷ്ണ അലഹനള്ളിയുടെ നോവലുകളൊക്കെ വായിച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാത്തിരിക്കും മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ട്രാൻസ്ലേറ്റേഴ്സിന് ഒരു സ്ഥാനം ഉണ്ടായി. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണതായാലും ശരി, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണതായാലും ശരി, സ്ഥാനമുണ്ടായി. അവരുടെ പേരുകൾ മുൻപിൽ തന്നെ വെക്കാനായിട്ട് നമ്മുടെ എഫേർട്ട് ഒരു ക്രിയേറ്റീവ് എഫേർട്ടാണ്, കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് എന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് 20 വർഷത്തിനിപ്പുറം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കത് അനുഭവപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇന്ത്യക്കുണ്ടായ സ്വീകാര്യത, ഇന്ത്യൻ ലിറ്ററേച്ചറിനുണ്ടായ സ്വീകാര്യത, അതൊരു എംപയർ റൈറ്റ്സ് ബാക്ക് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് തുടങ്ങി ആ സമയത്ത് തൊട്ട് ഇങ്ങോട്ട് എത്തുമ്പം നമുക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളുണ്ടായി, ഇംഗ്ലീഷ് മാത്രം അറിയുന്ന കുട്ടികളുണ്ടായി, പുറത്തുള്ള ഡയാസ്പൊറ ഉണ്ടായി. ഇവരെല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ നോൺ മലയാളീസ് മാത്രമല്ല വായിക്കുന്നത്, ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന മലയാളികളും കുട്ടികളും എല്ലാതും ഇത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ സ്വീകാര്യതയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ JCB അവാർഡ് ഈ വർഷം മാത്രമാണ് മലയാളത്തിന് അല്ലാത്തതെന്ന് തോന്നുന്നുണ്ട്, ഷോർട്ട് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ വർഷം മാത്രമാണ്. അപ്പോൾ അത്രയും വലിയ സ്വീകാര്യതയാണ് ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുള്ളത്. കൾച്ചറൽ സ്റ്റഡീസിന് പിന്നെ അതുപോലെ തന്നെ സർക്കാർ എഫേർട്ടുകൾ പറഞ്ഞു പുറത്തുള്ള. ഞാൻ ഈ നസീം ഹിക്കുമത്തിൻ്റെ നോവൽ ചെയ്തത് തുർക്കിയുടെ ഗ്രാൻഡ് കൊണ്ടാണ്, ട്രാൻസ്ലേഷൻ ഗ്രാൻഡ് കൊണ്ടാണ്. അപ്പോൾ അവർ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് നോക്കൂ. മലയാളം പോലുള്ള ഒരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേഷൻ വരാൻ പോലും അവർക്ക് ഗ്രാൻഡുകളുണ്ട്. നമുക്കിവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ പോലും മികച്ച ട്രാൻസ്ലേഷൻസ് കൊണ്ടുവരാനുള്ളതിന് എത്രമാത്രം ശ്രദ്ധ മറ്റ് രാജ്യങ്ങളെ പോലെ കാണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടും സംശയമുണ്ട്. മലയാളം ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ലാംഗ്വേജ് ആയിട്ട് തീർച്ചയായും നിലനിൽക്കും, ഒരു ആശയവിനിമയത്തിന്. പക്ഷേ ക്രിയേറ്റീവ് ലാംഗ്വേജ് എന്ന നിലയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തേ പറ്റൂ. ആ എഫേർട്ടിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ നല്ല വിവർത്തനങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട സപ്പോർട്ട്. വിവർത്തനത്തിൻ്റെ ട്രെൻഡിനെ കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും ഈ വിവർത്തകർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്, പെർഫെക്ഷന് വേണ്ടിയിട്ട്, പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു തവണ വായിച്ച്, 2 തവണ വായിച്ച്, 3 തവണ വായിച്ച് വിവർത്തനം ചെയ്യപ്പെട്ട മാറ്റർ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും തോന്നുകയാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തിരുത്തലുകൾ വേണമെന്നുള്ളൊരു ഒരു കാര്യം ഞാൻ തീർത്ത് പറയുകയാണ്. ഒറിജിനൽ വർക്കല്ല ട്രാൻസ്ലേഷൻ, ഇത് രണ്ടും രണ്ടാണ്, ട്രാൻസ്ക്രിയേഷനാണ്. അപ്പോൾ ഒറിജിനൽ വർക്ക് തന്നെ ആകണമെന്ന ശാഠ്യം ഈ കാര്യത്തിൽ ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയ തന്നെ ഇല്ലാതായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ശാഠ്യങ്ങൾ പലപ്പോഴും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരിഭാഷയുടെ കാര്യത്തിലാണെങ്കിലും അത്തരം ശാഠ്യങ്ങൾ നമ്മുടെ സംസ്കാരത്തെയോ ഭാഷയോ സാഹിത്യത്തെയോ വളർത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം.
നേരത്തെ മാഡം സൂചിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ MTയുടെ സ്വരം വേറിട്ട് കേൾക്കാം, നമുക്കത് വായിക്കുമ്പോൾ അറിയാം. MTയുടെ അടുത്ത് നിന്നവരാണല്ലോ നമ്മൾ പറയും. അതേപോലെ തന്നെ അങ്ങനെ പല എഴുത്തുകാരാണെങ്കിലും നമുക്കറിയാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഞാൻ ശരൺകുമാർ ലിംബാളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ. ലിംബാളയാണ്. എൻ്റെ പ്രയാസങ്ങൾ, പരിഭാഷയായിട്ട് സംബന്ധിക്കുന്ന പ്രയാസങ്ങൾ അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പൂനെ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുക. ഒരു എഴുത്തുകാരനെ അടുത്തു നിന്ന് മനസ്സിലാക്കുമ്പോൾ അയാളുടെ നിശ്വാസത്തിന് പോലും എന്താണ് താളം, എന്താണ് അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത്. ഒരു പോസിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് മൂളുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു അർത്ഥം ഉണ്ടാവും. കൃതിയിൽ അത്രത്തോളം ആണ്ടിറങ്ങി എഴുത്തുകാരനെ നല്ല രീതിയിൽ മനസ്സിലാക്കാതെ നമ്മൾ പരിഭാഷയിലേക്ക് ശ്രമിച്ചാൽ പൂർണ്ണത എന്നൊന്നും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാനും പറ്റില്ല. കാരണം ഇത് ട്രാൻസ്ക്രിയേഷൻ തന്നെയാണ്. ഏതൊരു ഭാഷയിലേക്കാണോ അത് വരുന്നത് ആ ഭാഷയുടെ സ്വന്തം കൃതിയാണത്. ആ ഭാഷയിലേക്ക് ആരാണോ അത് പരിഭാഷപ്പെടുത്തിയത് അവരുടേതാണ്, അവർക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് ഈ പരിഭാഷയിൽ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നമ്മളുടെ സമൂഹം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അത് മാറണം. അത് മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള എല്ലാ ജനാധിപത്യ പ്രക്രിയകളും പരിഭാഷയിൽ അടക്കം നടക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്തുകാരനോട് മാഡം പറഞ്ഞത് വളരെ വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുക. ഇപ്പോൾ ഉദയപ്രകാശാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുക, ആഴ്ചകളോളം ഒരുമിച്ച് താമസിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ പെയിനാണ്. അതിനുള്ള ഗെയിനൊന്നും നമുക്ക് ഈ കാര്യത്തിലില്ല. പക്ഷെ അതൊരു മാനസിക തൃപ്തി തരുന്നുണ്ട്. ഞാൻ ഇന്ന ആളാണ് പരിഭാഷപ്പെടുത്തിയത്, അയാൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പരിഭാഷയുടെ ആത്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം. ഈ വിവർത്തനം എന്ന വിഷയം ഇനിയും സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നതിനാൽ ഇവിടെ വെച്ച് ഒരു അർത്ഥവിരാമം ഇടുകയാണ്. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഒരുമിച്ച് കൂടി സംസാരിക്കാമെന്നും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നും കരുതുന്നു. നന്ദി. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറുവെളിച്ചം.